Welcome to NM Classroom. NM Classroom എന്ന് പറഞ്ഞാൽ നെബോഷിന്റെ പുലിയുടെ ക്ലാസ്. NM is none other than നൗഫൽ മരക്കാർ ക്ലാസ് റൂം. സോ പിള്ളേരുകളെ നമുക്ക് തുടങ്ങാം, പൊളിക്കല്ലേ? അപ്പോ ഫസ്റ്റ് തിങ് ഈസ് നെബോഷ്. ഈ പേര് കേട്ടിട്ടാണല്ലോ നമ്മളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. ഒരു ഇൻട്രൊഡക്ഷനും ഇല്ലാതെ നമ്മൾ തുടങ്ങാൻ കേട്ടാ. അതിനു മുമ്പ് എനിക്കൊരു നിർബന്ധമായിട്ടുള്ള ഒരു സാധനമുണ്ട്. അതായത് ഈ ക്ലാസ് ത്രൂ ഔട്ട് ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് ഒരു സെക്കൻഡ് പോലും ഉറങ്ങിയിരിക്കുക, കോട്ടുവായി ഇടേ ബോറടിക്കുക ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, എന്തുണ്ടെങ്കിലും നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദാറ്റ് നെബോഷ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ? കേട്ടിട്ടുള്ളത് എടങ്ങേറ് പിടിച്ച ഒരു നിലക്കും പാസ്സാകാത്ത ഒരു കോഴ്സ് എന്നല്ലേ നെബോഷിനെ പറ്റിയിട്ട് കേട്ടിട്ടുള്ളത്? ഏകദേശം ജസ്റ്റ് ഇപ്പൊ തന്നെ ഇന്റർനെറ്റ് ഉണ്ടാവുമല്ലോ, നേരെ അടുത്തൊരു ടാബ് ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിളിൽ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്തിട്ട് നോക്കുക വാട്ട് ഈസ് ദ പാസിംഗ് പെർസെൻറ്റേജ് ഓഫ് നെബോഷ് IGC എന്ന് നോക്കിയാൽ ഇന്റർനെറ്റ് പോലും നമുക്ക് കാണിച്ചു തരുന്ന പാസിംഗ് പെർസെൻറ്റേജ് വെറും 20%. 20% മാത്രം 160 കൺട്രീസിൽ എക്സാം നടന്നിട്ട്, അല്ലെങ്കിൽ 120 കൺട്രീസിൽ എക്സാം നടന്നിട്ട് 20% മാത്രം പിള്ളേരത് പാസ്സാവുള്ളോ. ബാക്കിയുള്ള 80% പിള്ളേരുകളും നെബോഷ് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, തോറ്റുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം 100 പിള്ളേർ എഴുതിയ 80 പേര് പൊട്ടു എന്നാണ്. 10 പേരെഴുതിയ 8 പേര് പൊട്ടു എന്നാണ്. യാതൊരു സംശയവുമില്ല, ഉറപ്പായിട്ടും തോൽക്കും. അപ്പൊ നെബോഷ് എക്സാം എന്ന് പറഞ്ഞാൽ തന്നെ തോൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാം എന്നാണ് നമ്മൾ ഇതിനെ പൊതുവിൽ പറയാം. പക്ഷെ NMന്റെ പിള്ളേരുകളെ NMന്റെ പിള്ളേരുകളിൽ 80-90% പിള്ളേരുകൾ പാസ്സാകുന്നു എഴുതി ഒപ്പിട്ടരും. ഓക്കെ, ദർ ഈസ് നോ ഡൗട്ട്. കൂടുണ്ടാവൂലേ? ആദ്യം മുതൽ അവസാനം വരെ കട്ടക്ക് ചങ്കായിട്ട് കൂടുണ്ടാവണോട്ടാ, പെടക്കൂട്ട നമ്മളെ. അപ്പൊ അതിന് എന്റെ ഏകദേശം ഒരു 200ാമത്തെ പ്ലസ് ബാച്ച് ആയിരിക്കും ഇത്. ഓക്കെ, ഒരു 200+. അതുവരെ ഞാൻ എണ്ണീട്ടു, ബാക്കി ഞാൻ എണ്ണീട്ടില്ലടാ. അപ്പൊ ഇതിനുള്ള മുഴുവൻ പിള്ളേരുകളുടെയും റിസൾട്ട് ഞാൻ ഈ പറഞ്ഞ 85% മേലെയാണ്. അപ്പോ അല്ല സാറിന് അതിനപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമോ എക്സാമിന്റെ തലേ ദിവസം? നെബോഷിനായിട്ട് വല്ല പരിപാടി, ടൈപ്സ് എന്തെങ്കിലും സംഭവം? ഒന്നുമില്ലടാ, ഒന്നുമില്ല. നിങ്ങളിപ്പോ ആലോചിക്കണം, ഒരു കോഴ്സിനല്ലേ ജോയിൻ ചെയ്തിരിക്കുന്നത്, ഇയാൾ നിന്ന് കോഴ്സിനെ പറ്റി ഒന്നും പറയാൻ ഒന്നും മനസ്സിലാവും. ഇംഗ്ലീഷ് ഇവിടെ കണ്ടമാരത്തെ ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്ന, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നെബോഷിന്റെ എക്സാമിന്റെ തലേ ദിവസം എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടല്ല നിങ്ങളൊക്കെ ഞാൻ പാസ്സാക്കാൻ പോണത്. പിന്നെ എങ്ങനെയാണെന്ന് അറിയോ? പിന്നെ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ഒരു പ്രത്യേക മലയുണ്ട്. അവിടേക്ക് ഞാൻ ഏകാന്തനായി നടന്നു പോകും നെബോഷ് എക്സാമിന് ഒരാഴ്ച മുമ്പ്. അവിടെ ചെന്ന് ഞാൻ ശക്തമായ ധ്യാനത്തിലിരിക്കും. ആ ധ്യാനത്തിൽ എനിക്കിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എൻ്റെ കൺമുന്നിലൂടെ ഇങ്ങനെ വരും. അങ്ങനെ ആ ക്വസ്റ്റ്യൻസ് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇങ്ങനെയും അല്ല, മറിച്ച് എങ്ങനെയാണെന്നാണ് നമ്മൾ പറയാൻ പോണേ. അതിന് ഒരൊറ്റ കാര്യം മതിയിട്ടാ, പാസ്സാകും സാറേ, വെട്ടിടും, പൊളിക്കും എന്നുള്ള ഫീലില് ആദ്യം മുതൽ അവസാനം വരെ നെബോഷിൽ നിങ്ങൾ ഉണ്ടാവുക. അത്ര മാത്രം ഉണ്ടാവണ്ടുള്ളൂ. 2-3 കാര്യങ്ങൾ ഉറപ്പ് തരികയാണെങ്കിൽ ഐ ക്യാൻ മേക്ക് യു പാസ്, ഐ ക്യാൻ അഷ്യൂർ യുവർ പാസ്, ആൻഡ് ഡെഫിനറ്റ്ലി യു വിൽ ബി പ്ലേസ്ഡ് ആസ് വൺ എമംഗ് ഓഫ് ദ ഗുഡ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എഞ്ചിനീയേഴ്സ് ആൻഡ് സേഫ്റ്റി ഓഫീസേഴ്സ്. ഒരു സംശയമില്ലാത്ത കാര്യടാ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഇൻട്രൊഡക്ഷനായിട്ട് പറയണ്ട, സബ്ജക്റ്റിലേക്ക് കിടന്നിട്ടില്ല. എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, സേഫ്റ്റി. എപ്പോഴും കൂടെ എനിക്ക് എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കണം നമ്മളെ UK ഉള്ള പിള്ളേരുകൾ. സാർ ഇവിടെ നെബോഷ് വേണം, ഖത്തറിൽ നിന്ന് വരുന്നു, സൗദിയിൽ നിന്ന് വരുന്നു, മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നു, രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി എവിടെ ഉണ്ടോ, സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എവിടെ ഉണ്ടോ അവിടെ ഈ സാധനം വേണോടാ, നെബോഷ് വേണം. നെബോഷ് ഇല്ലാതെ അവിടെ ആ കമ്പനിയുടെ MDയുടെ മോനെ പോലും കയറ്റാൻ പറ്റൂല. റെക്കമെൻഡേഷനിൽ പോലും നെബോഷ് ഇല്ലാതെ സേഫ്റ്റിയിൽ കയറ്റാൻ പറ്റൂല. സ്വാഭാവികമായിട്ട് അപ്പൊ നമ്മൾ ചിന്തിക്കൂല്ലേ, സേഫ്റ്റിയിൽ തന്നെ ജോലി ചെയ്യണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? 2-3 കാരണങ്ങളുണ്ടാ.
ഒന്നാമത്തെ നിർബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഏത് ഫീൽഡ് പഠിച്ച ആളാവട്ടെ, ചിലപ്പോൾ നിങ്ങൾ കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആയിരിക്കും, ചിലപ്പോൾ ആർട്സ് ആയിരിക്കും, ചിലപ്പോൾ സയൻസ് ആയിരിക്കും, ചിലപ്പോൾ മാത്സ് ആയിരിക്കും, ചിലപ്പോൾ IT ആയിരിക്കും, എഞ്ചിനീയറിംഗ് ആയിരിക്കും, ഇനി മെഡിക്കലോ പാരാമെഡിക്കലോ ഏത് ഫീൽഡാകും. ഈ ഏത് ഫീൽഡിൽ നമ്മളൊരു കോഴ്സ് ചെയ്താലും അതിലേക്ക് മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞു? ഒരു BCom കഴിഞ്ഞ ഒരാൾക്ക് അക്കൗണ്ടൻ്റ് ആകാം, ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ച ഒരാൾക്ക് ടീച്ചറാകാം, ഒരു എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾക്ക് ഇലക്ട്രോണിക്സോ മെക്കാനിക്കൽ എഞ്ചിനീയറോ ആകാം, ഒരു പാരാമെഡിക് സ്റ്റാഫിന് എമർജൻസി ട്രോമ കെയറിൽ വർക്ക് ചെയ്യാം. ഇതിനപ്പുറത്തേക്ക് ഒരു പ്രൊഫഷനിലേക്ക് പോകാൻ അവർക്ക് പറ്റൂലടാ. അതേസമയം ലോകത്ത് ആകാശത്തിന്റെ ചുവട്ടിൽ എന്തെല്ലാം ഫീൽഡുകളുണ്ടോ, അവിടെയൊക്കെ മനുഷ്യരുണ്ടോ, അവിടെയൊക്കെ അവരുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എൻവയോൺമെന്റൽ റിക്വയർമെന്റിനെ മീറ്റ് ചെയ്യണം. അത് കൺസ്ട്രക്ഷനിലാകാം, അത് ഓയിൽ ആൻഡ് ഗ്യാസിലാകാം, അത് ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷനിലാകാം, അത് മാനുവൽ ഹാൻഡ്ലിംഗിലാകാം, അത് മെക്കാനിക്കൽ, ഇലക്ട്രോണിക്, ഹോസ്പിറ്റാലിറ്റി, ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷൻ, ഫുഡ് ഇൻഡസ്ട്രി, കെമിക്കൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, അങ്ങനെ എന്തൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മനുഷ്യന്മാരുടെ സേഫ്റ്റി ഫസ്റ്റ് ആൻഡ് പ്രൈമറി റിക്വയർമെന്റ് ആണ്. നമ്മളിപ്പോൾ വെറുതെ നടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സേഫ്റ്റി ഈസ് ഫസ്റ്റ്, സേഫ്റ്റി ഈസ് അവർ ഫസ്റ്റ് പ്രയോറിറ്റി. ഇങ്ങനെ പറഞ്ഞൊരു സാധനം കാണാൻ പറ്റും. ഇപ്പൊ ബുർജ് ഖലീഫയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ബുർജ് ഖലീഫ ഭയങ്കര ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പീറ സേഫ്റ്റി ഓഫീസർ വെറും +2 തോറ്റോൻ നെബോഷ് എടുത്തിട്ട് അവിടെ സേഫ്റ്റി ഓഫീസർ ഇങ്ങനെ കാണുകയാണ്. അവിടെ എന്തെങ്കിലും പ്രശ്നം കാണണമെങ്കിൽ കോടികൾ സാലറി വാങ്ങണ പ്രൊജക്ട് എഞ്ചിനീയർ തോളത്ത് തട്ടിയിട്ട് പറയാ, സാറേ പരിപാടി നടക്കൂല കേട്ടോ, ഇവിടെ ഈ പരിപാടി നടക്കൂല, ഞാനിത് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ സാലറി ഉള്ള പ്രൊജക്ട് എഞ്ചിനീയർ വന്ന് കേഴും. ആരുടെ അടുത്ത്? ഒരു നെബോഷ് കഴിഞ്ഞൊരുത്തൻ്റെ അടുത്ത്. സോറി സാർ, റിപ്പോർട്ട് ചെയ്യരുത് സാർ, വി ക്യാൻ ഡു സംതിങ്. അങ്ങനെ വേണ്ട എന്ന് പറയാനായിട്ട് എന്ത് ചെയ്യും പറ്റും. ദാറ്റ് മീൻസ് ദാറ്റ് മച്ച് പവർ, ദാറ്റ് മച്ച് റെക്കഗ്നിഷൻ, ദാറ്റ് മച്ച് അതോറിറ്റി. ഇതൊക്കെ കിട്ടല്ലടാ, ഇത് വെറുതെ കിട്ടോ? അതിനാകെ മരിച്ചോടുത്ത് പോയ മാരി ആകെ പാടാടിക്കും കൈ വെച്ച് നിൽക്കുന്ന ഫുൾ എനർജി. ആ പവർഫുൾ ആയിട്ട് നിൽക്കാൻ റെഡിയാണോ? അതുകൊണ്ട് നിങ്ങൾ നെബോഷ് ചെയ്യണം. ഇത് നെബോഷിലേക്ക് ജോയിൻ ചെയ്തവനാണ് നീ, എനിക്കറിയാടാ. പക്ഷെ നാളെ എടാ ഒരു ക്ലാസ് ഉണ്ടാ, NM-ന്റെ ക്ലാസ് ഉണ്ടാ, എന്തായാലും കയറണോടാ, ജോയിൻ ചെയ്യണോട്ടാന്ന് പറഞ്ഞ് വേറൊരുത്തനോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. രണ്ടാമത് ഞാൻ നിന്നോട് പറഞ്ഞതിന് മറ്റൊരു കാരണം ഉണ്ടാ. നമ്മൾ നന്നാവണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കണ ഒരു വിഭാഗം ഈ ലോകത്തുണ്ട്. അതാരെന്നറിയോ? പല കുട്ടികളും പറയാതെ എൻ്റെ പാരൻസ് ആണ്, മറ്റവരാണ്, മറിച്ചവരാണ്, ലവറാണ്. ഒരു തേങ്ങല്ല. നാട്ടുകാരില്ല. നാട്ടുകാർ നമ്മുടെ ചുറ്റുള്ള അപ്പുറപ്പുറമുള്ള അയൽപക്കക്കാരുണ്ടല്ല, എടാ എങ്ങനെങ്കിലും ഒടുക്കം മുടിഞ്ഞ് നശിക്കണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗോടാ, വലിയ വിഭാഗം. വണ്ടി എടുത്ത് അങ്ങോട്ട് പോകുമ്പോൾ നോക്കുമ്പോൾ ഇപ്പം എന്തിനും ഇങ്ങോട്ട് പോണ്, അവൻ എങ്ങോട്ട് പോകണം ഫുൾ അന്വേഷിച്ചിട്ട് ഇവന് എത്ര പേപ്പർ സപ്ലി ഉണ്ട്, എടാ എന്തെങ്കിലും രക്ഷപ്പെടോടാ. അച്ഛൻ്റെ കാശ് കൊണ്ട് പൊടിച്ച് നശിപ്പിച്ച് കംപ്ലീറ്റ് ആ ബാങ്ക് ലോണും ആക്കി തകർത്ത് തൂഫാനാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പറ്റിയിട്ട് ഇങ്ങനെ എപ്പോഴും ആദ്യം കൊള്ളുന്ന ഒരു പാവം വലിയ സമൂഹമുണ്ട്. അവരുടെ മുന്നിലേക്ക് ചേട്ടാ ഞാൻ നെബോഷ് ചെയ്യുന്നുണ്ട് കേട്ടാ, അപ്പൊ കളിയാക്കും, ആടാ സുമേഷ് കേട്ടിട്ടുണ്ട്, ഒരു തേങ്ങില്ലടാ, നീ എവിടെ എത്താൻ പോകണല്ല, നെബോഷ് കഴിഞ്ഞ് എക്സാമും കഴിഞ്ഞ് പാസ്സായി സർട്ടിഫിക്കറ്റ് എമിറേറ്റ്സിൽ ജോലി ആയിട്ടാ, ടാറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് പറന്നു പോകുന്ന നമ്മളെ നോക്കിയിട്ട് ഇതിങ്ങനെ നിൽക്കുമ്പോഴേ രാത്രി കിടക്കും ആ ചേട്ടൻ ഇവിടെ ഒരു നെഞ്ചത്ത് വാൻ എടുക്കണം. ആ നെഞ്ചത്ത് വാൻ എടുപ്പിക്കല് നിന്റെ ഉത്തരവാദിത്വമാണ്. മനസ്സിലാവണ്ട പറഞ്ഞത്? അതുകൊണ്ട് നമ്മൾ നെബോഷ് പാസ്സാവണം. പലരുടെ ആവശ്യങ്ങൾ പലതാണ്. നെബോഷ് പാസ്സാവാൻ പലരുടെ ആവശ്യങ്ങൾ പലതാണ്. വേറൊരുത്തൻ്റെ ആവശ്യം 6 മാസത്തിനുള്ളിൽ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ സ്വന്തം കരളിൻ്റെ കരളായി സ്നേഹപൂങ്കാവനമായി പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന പ്രണയിന് നഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ അതിനുണ്ടാവുന്ന ഫയർ വേറല്ലേ? എടാ പല ഫയറുകളാണ്. എനിക്കൊരൊറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ, നെബോഷ് പാസ്സാവാൻ വേറെ സീക്രട്ട് ഒന്നുമില്ല. NM-ന്റെ കൂടെ ഫയറോട് ഫയറായിട്ട് ഉണ്ടാവണം. മനസ്സിലാവണ്ട? ഒരു ട്രിഗറാണ്. ദിസ് ഇസ് എ ട്രിഗർ. ഈ ട്രിഗർ ഇതിനോട് കയറണം. ഇത് കയറി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഒരു തേങ്ങില്ല. സോ പിള്ളേരുകളെ നെബോഷ് 2 പേപ്പറാണ് ഉള്ളത്. ഫസ്റ്റ് പേപ്പർ ഒരു തിയറി പേപ്പറാണ്. ഫുൾ പേപ്പർ എക്സാം ഈ പേപ്പറിന് മാത്രമുള്ളൂ. അതുകൊണ്ട് ഈ പേപ്പർ ഞാനല്ലാണ്ട് ഒരാളും വരൂല കേട്ടാ. പഠിപ്പിച്ച് പാസ്സാക്കാൻ ഞാനല്ലാണ്ട് വേറൊരു മനുഷ്യൻ വരൂല. ബിക്കോസ് ദിസ് ഈസ് NM.
NM ആണ് സെഷൻ ചെയ്യണേ. അപ്പോൾ NM ക്ലാസ് എടുത്താൽ 100 അല്ലാണ്ട് വേറൊരു സംഗതി ഇല്ല. പാസ്സായിരിക്കണം, പാസ്സായിരിക്കണം, പാസ്സായിരിക്കണം. അതിനപ്പുറത്തേക്ക് വേറൊരു ചിന്ത നമുക്കില്ല. അപ്പൊ അതിനെന്താ സംഭവം എന്നറിയോ? 3 കാര്യങ്ങൾ വേണം പാസ്സാവാൻ. We need 3 things to pass the exam. നോക്കാം. ഒന്നാമത്തെ കാര്യം, വെറുതെ ക്ലാസ് വെറുതെ കാണുക. ഇതുപോലെ അങ്ങനെ കണ്ടാൽ മതി. വെറുതെ വണ്ടി പോകുമ്പോൾ കാണാം, ജോലിക്കാരാണെങ്കിൽ വണ്ടി പോകുമ്പോൾ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഇരുന്ന് കാണാം, കാര്യങ്ങൾ മനസ്സിലാക്കാം. കാരണം ഒന്നാമത്തെ കാര്യം, ദിസ് ഈസ് നോട്ട് എ 2 hours written exam. 1-2 മണിക്കൂറിന്റെ കാണാപാഠം പഠിച്ചിട്ട് എഴുതുന്ന എക്സാം അല്ല. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ, ഡോണ്ട് ബൈ ഹാർട്ട്. ഒരൊറ്റ ക്വസ്റ്റിന്റെ ആൻസർ പോലും ബൈ ഹാർട്ട് ചെയ്യാതെ കാണാപാഠം പഠിക്കാതിരുന്നാൽ നിങ്ങൾ ഈ എക്സാം പാസ്സോ? ശരിയാ, കാണാപാഠം ഒന്നും പഠിക്കാം. ഒരൊറ്റ ക്വസ്റ്റിന്റെ ആൻസർ, ഒരു പോയിന്റ് കാണാപാഠം പഠിച്ചെന്ന് ഞാൻ അറിഞ്ഞ അവിടെ വന്നിട്ട് ഞാൻ വന്ന് അടിക്കും, തല്ലും നിന്നെ. മനസ്സിലായ? ഒരൊറ്റ സാധനം കാണാപാഠം പഠിക്കരുത്. പിന്നെ വെറുതെ രസകരമായി കണ്ടുകൊണ്ടേയിരിക്കുക, വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ തമ്മിൽ എന്തുണ്ടാവും? ഭയങ്കരമായിട്ടുള്ള ഒരു റാപ്പ് ഉണ്ടാവും. മനസ്സിലായ? അപ്പൊ നിങ്ങളായിട്ടായ ഒരു റാപ്പ് ഉണ്ടാവും. എനിക്ക് എന്തുണ്ടാവും? എനിക്ക് വല്ല പൈസക്ക് അത്യാവശ്യം വരുമ്പോൾ എന്ത് ചെയ്യുക? എനിക്ക് വിളിക്കുക, കാശ് കടം ചോദിക്കുക. അങ്ങനെ പല ഗുണങ്ങളുണ്ട്. മനസ്സിലായ? അപ്പൊ ഒന്ന്, ഡോണ്ട് ബൈ ഹാർട്ട്. ഒരു കാരണവശാലും ബൈ ഹാർട്ട് ചെയ്യണ്ട. ജസ്റ്റ് റിലാക്സ്, ജസ്റ്റ് റിലാക്സ്, റിലാക്സ്. ഓക്കെ, കംപ്ലീറ്റ് റിലാക്സ് ചെയ്തിരുന്ന ക്ലാസ് കാണും, കാര്യം മനസ്സിലാക്കുക. ഡോണ്ട് ബൈ ഹാർട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം കിടന്നുറങ്ങണമെന്നല്ല. അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. മച്ചാനപ്പോ കോൺസെപ്റ്റ് മനസ്സിലാക്കണം എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? നമ്മൾ ഇത്രയും നാള് പഠിച്ച് ഉണ്ടാക്കിയ എല്ലാ സബ്ജക്റ്റുകളും വരിക, ക്വസ്റ്റ്യൻ കാണുക, കാണാപ്പാഠം പഠിച്ച ആൻസർ ഓർമ്മിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ തുണ്ട് കടലാസ് എടുക്കുക, എന്നിട്ട് കോപ്പി അടിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഇത്രയും നാൾ എക്സാം എഴുതിയിട്ടുണ്ടാവുക. വലിയ വലിയ പഠിപ്പിസ്റ്റുകളാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഭയങ്കര പഠിപ്പിസ്റ്റ് കാണാപ്പാഠം പഠിച്ച് ടക്ക് എന്ന് പറഞ്ഞ് എഴുതിപ്പോയിടും. പക്ഷേ നമുക്ക് തരുന്ന ഈ നെബോഷ് എക്സാമിൻ്റെ ഒരു പ്രത്യേകത, ഇത് ബൈ ഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ദ സെക്കൻഡ് പോയിന്റ് ഈസ് ഇറ്റ് ഈസ് എ കേസ് സ്റ്റഡി. എക്സാമിന് നമുക്ക് തരുന്നത് ഒരു കേസ് സ്റ്റഡി ആണെടാ. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക്, നെബോഷിന്റെ ടെക്സ്റ്റ് ബുക്ക് ഫുള്ളായിട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരും, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതിനെ പറ്റിയിട്ട് ഒരു പോയിന്റ് പോലും കാണാപ്പാട് അറിയോ പഠിക്കോ വേണ്ട. കാരണം എക്സാമിന്റെ ദിവസം കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇന്ന് വരെ നമ്മൾ ലോകത്ത് കാണാത്ത ഒരു സംഭവത്തായിരിക്കും അവരെടുത്ത് തരിക. ചിലപ്പോൾ അതൊരു വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ കഥയായിരിക്കും, ചിലപ്പോൾ ABC ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി എന്ന് പറഞ്ഞിട്ടായിരിക്കും തരിക, ചിലപ്പോൾ കൺഫൈൻഡ് സ്പേസ് സെന്ററുടെ ഒരു സാധനമായിട്ടായിരിക്കും വരിക, ചിലപ്പോൾ ഒരു ടാങ്കുമായി ബന്ധപ്പെട്ട്. അങ്ങനെ പല പല ടൈപ്പ് കേസ് സ്റ്റഡികൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഫോർക്ക് ലിഫ്റ്റ് ട്രക്ക് വന്നു, അങ്ങനെ വേറൊരുത്തനെ വന്ന് ഇടിച്ചിട്ടു, ആ പൊട്ടനാണെങ്കിൽ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവന്റെ പ്രായം വെറും 19 വയസ്സായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥ, ഒരു ജിങ്ക് ജാങ്കി ജിൽ ജിൽ കഥ അങ്ങോട്ട് തരും. ആ കഥയിൽ നിന്ന് അവർ നമ്മളോട് ഒരു 7-8 ചോദ്യങ്ങൾ ചോദിക്കും. എത്ര ചോദ്യം? 7-8 ചോദ്യങ്ങൾ. ഈ 7-8 ചോദ്യങ്ങൾ ഉണ്ടല്ല, ഞാൻ പറഞ്ഞ മനസ്സിലാവല്ല, 100 നമ്മളെ മാർക്ക്. ഈ 7-8 മാക്സിമം പോയ 9 ചോദ്യങ്ങൾ. ഈ 7-8-9 ചോദ്യങ്ങൾ എന്തെല്ലാമാണ് എന്നും അതിന്റെ ഓരോന്നിന്റെ പോയിന്റ്സ് എന്തൊക്കെയാണെന്നും നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. മനസ്സിലായില്ല? ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. പക്ഷേ ആ പോയിന്റ് ഡയറക്റ്റ് ടെക്സ്റ്റിൽ നോക്കിയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടൂല. കാരണം നമുക്ക് തന്നിരിക്കുന്ന കേസ് സ്റ്റഡിയെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മുത്തേ? നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ ഈ തന്നിരിക്കുന്ന 8-9 ക്വസ്റ്റ്യൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ, ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയ കോൺസെപ്റ്റിനെ ഈ കേസ് സ്റ്റഡിയുമായി ജിങ്കോഡിങ്കോൾഫായിട്ട് നമ്മൾ എഴുതണം. മനസ്സിലാവണ്ട? ഒരു നിലക്കും എന്താ പറയാ, പിന്നെ നമ്മൾ പറയൂലടാ, വെള്ളത്തിൽ ഓയിൽ കലർത്തിയ പോലെ ആവരുത്, രണ്ടും സെപ്പറേറ്റ് ആയി നിൽക്കരുത്, രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. കഥ മനസ്സിലായ? അതിന് മിക്സ് ചെയ്യാൻ നമ്മൾ ഏതെങ്കിലും വല്ല ക്വസ്റ്റ്യൻ കാണാൻ പടം പഠിക്കണോ? വേണ്ട. കാരണം നമ്മുടെ എക്സാമിനേഷന്റെ ടൈം 2 മണിക്കൂറല്ല, 4 മണിക്കൂറല്ല, 8 മണിക്കൂറല്ല, 16 മണിക്കൂറല്ല, 24 മണിക്കൂറാണ് നമ്മുടെ എക്സാമിനേഷന്റെ ടൈം. ഒരു രാത്രിയും ഒരു പകലും പൊളിക്കും.
24 മണിക്കൂർ ടൈം ഉണ്ടെന്ന് പറയുമ്പോ ചില മഹാന്മാരെന്താ വിചാരിക്കും, അടിപൊളിയുള്ള 24 മണിക്കൂർ വീട്ടിലിരുന്ന് ആടെ വീട്ടിലിരുന്ന് എഴുതാടാ, സ്വന്തം ടേബിളും ഇരുന്ന് എഴുതാ, കട്ടുമ്മ കിടന്ന് എഴുതാ, ഉറങ്ങരുതിട്ടാ. അങ്ങനെ ഒക്കെ ചെയ്യാ. മിച്ചർ തിന്നെഴുതാ, മിച്ചർ മാത്രം. ഓക്കെ, അങ്ങനെ പല വക പരിപാടികളായിട്ട് നമുക്ക് റിലാക്സ് ചെയ്ത് എഴുതാം. പക്ഷെ ഉണ്ടല്ല, ഒരു കണ്ടീഷൻ ഉണ്ട്. പിന്നെ മൂന്നാമത്തെ കണ്ടീഷനും കൂടെ നിങ്ങൾ പാലിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ പാസ്സായി. മുത്തന്നി പാസ്സായടാ. മൂന്നാമത്തെ കണ്ടീഷൻ വേറൊന്നുമല്ല, ഇത് ലോകത്ത് ഒരു ട്രെയിനറും, എന്നെ ഒഴിച്ചുള്ള ഒരു ട്രെയിനറും ലോകത്ത് പറയാത്ത കാര്യം ഉണ്ടാ. അതെന്തോട്ടെന്നറിയോ? ഞാൻ പറടാ, ഡോണ്ട് 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 സ്ലീപ്പ്. ജീവിതത്തിലെ 25,000 ദിവസം ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ പോകുന്ന നിങ്ങൾ, 60 വയസ്സുണ്ടെങ്കിൽ പറയണ്ട, 80 വയസ്സുള്ളവൻ 35,000 ദിവസം ജീവിക്കും. ഓക്കെ, 35,000 ദിവസം ഈ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ജീവിച്ചു പോകാൻ പോകുന്ന നിങ്ങൾ ഒരു ദിവസം, ഒരു രാത്രിയും പകലും ഉറക്കമൊളിച്ച് ഇതിനു വേണ്ടി ഇരിക്കാൻ തയ്യാറാവണമെങ്കിൽ, അത് മാത്രം ചെയ്യാൻ റെഡിയാണോ പിള്ളേരെ? പാസാണ്ട വെട്ടിടും നമ്മള്. എക്സാമിനേഷൻ ഈ 24 മണിക്കൂറിനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കും. അത് വേറെ കാര്യം. രാത്രി 2 മണി 3 മണി നേരത്തെ ഞാൻ ചെക്ക് ചെയ്യും. ഡാ ഉറങ്ങല്ലട്ടാ. രാവിലെ 7 മണി ഡാ ഉറങ്ങല്ലട്ടാ. ഉച്ചക്ക് 3 മണിക്ക് ഡാ ഉറങ്ങല്ലട്ടാ. ഫുള്ളുണ്ടല്ലോ, ലൈവിലുണ്ടല്ലോ. അതിനുവേണ്ടി സബായിട്ട് ഒരു സാധനം കൂടെ ആവശ്യമുണ്ട്. അത് നമുക്ക് പാസ്സാകാൻ ആവശ്യമാണ്. ഉറങ്ങാതിരിക്കാൻ ഒരു റെഡ് ബുള്ള് മേടിച്ചു വെക്കണം. ഓക്കെ, എനർജി ഡ്രിങ്ക് എന്ന് പറഞ്ഞ് റെഡ് ബുൾ അല്ലാത്ത ഒരു സാധനം മേടിച്ചു വെക്കരുതിട്ടാ. കൊലപ്പറ്റായിട്ട് കിടന്നുറങ്ങാൻ പാടില്ല. ഡോണ്ട് സ്ലീപ്പ്. സോ ഇൻ ഷോർട്ട് മോനെ മച്ചാനെ, ഇതിൽ ഇത്ര ഉള്ള സംഭവം. അന്നത്തെ ദിവസം നമ്മുടെ എക്സാമിനേഷന്റെ പാസിങ്ങിന്റെ 75 to 80% കിടക്കുന്നത് ഡിപ്പെൻസ് ഓൺ ദ പെർഫോമൻസ് ഓൺ ദ ഡേറ്റ് ഓഫ് യുവർ എക്സാമിനേഷൻ. എക്സാം വൈകിട്ട് ഇന്ത്യൻ ടൈം 4 മണിക്ക് തുടങ്ങിയാൽ പിറ്റേ ദിവസം 4 മണിക്കുള്ളിലാണ് നമ്മൾ ആൻസർ ഷീറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് സാധ്യമായ എല്ലാ മെറ്റീരിയലും ഉപയോഗിക്കാം. നെബോഷ് ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കാം, ഗൂഗിൾ ഉപയോഗിക്കാം, ചാറ്റ് GPT വന്നിട്ട് ഇതൊക്കെ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് 8ന്റെ പണി കിട്ടൂട്ടാ. ഒരു പോയിന്റ് പോലും കോപ്പി പേസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ എഴുതരുത്. ഈസും വാസും വിച്ചും വേറൊക്കെ മാറ്റണം. ഓക്കെ, അങ്ങനെ കൃത്യമായിട്ട് എഴുതണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഓരോ ക്വസ്റ്റ്യൻ്റെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കേസ് സ്റ്റഡി തന്ന് എക്സാം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ കേസ് സ്റ്റഡി കിട്ടുമല്ലോ, അപ്പം തന്നെ കേസ് സ്റ്റഡി കിട്ടും. ആ കേസ് സ്റ്റഡി എന്താണ് എന്നും ഈ 8 ക്വസ്റ്റ്യൻസ് എന്താണ് എന്നും ഓരോ ക്വസ്റ്റ്യൻ്റെ അകത്തും എന്തെല്ലാം പോയിന്റ്സ് വരണമെന്നും ആ ഓരോ പോയിന്റ്സും എങ്ങനെ എഴുതണമെന്നും ആ എഴുതിയ പോയിന്റുകളെല്ലാം ഇങ്ങോട്ടേക്ക് തന്ന് ഞാൻ അതിനെ റിവ്യൂ ചെയ്ത് മച്ചാനെ ഇതോക്കെടാ മറ്റേതോക്കെടാ എടാ 3ാമത്തെ ക്വസ്റ്റ്യനിലെ 8ാമത്തെ ലൈൻ നീ ഒന്ന് മാറ്റിട്ടാ എന്ന് വരെ പറഞ്ഞിട്ട് സെറ്റാക്കിയിട്ട് പൊന്നാര ചങ്ങായി പാസ്സായില്ലെങ്കിൽ ഇടിച്ച് തൂഫാനാ കൂട്ടയാൻ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് NMന്റെ നെബോഷ്. അപ്പോ ചുരുക്കത്തിൽ ഇത്ര പറയാനുള്ളൂ. പിന്നെ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആണ്. അതിനർത്ഥം എന്താ? ബുക്ക് മലർത്തി തുറന്നു വെക്കാം, ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിക്കാം, ഇന്റർനെറ്റ് ഉപയോഗിക്കാം, ഗൂഗിൾ ഉപയോഗിക്കാം. ഏറ്റവും ലാസ്റ്റ് നെബോഷ് ആൻസർ ഷീറ്റിന്റെ താഴെ ഒരു കോളുണ്ട്. എന്നിട്ടെന്നറിയോ, നിങ്ങൾ എവിടെ നിന്നൊക്കെയാണ് എടുത്ത് എഴുതിയത്? സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ഒരു വൃത്തിയായിട്ടാണ് എഴുതി വെച്ചിരിക്കണേ. സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ എന്തൊക്കെ ഉപയോഗിച്ചു? നെബോഷ് ടെക്സ്റ്റ് ബുക്ക്, ഇന്റർനെറ്റ്, വെബ്സൈറ്റ്, മൈ ഡിയർ ബിലൗഡ് നൗഫൽ സാറിന്ന്. പൊന്നാര ചങ്ങായി അത് എഴുതി വെക്കരുത് കേട്ടാ. അപ്പൊ ചുരുക്കത്തിൽ ഇത്രയും കാര്യം എനിക്കടാ ഒരൊറ്റ ലക്ഷ്യമുള്ളൂടാ. ഞാൻ വളരെ സിമ്പിളായിട്ട് ഉള്ള കാര്യം ആത്മാർത്ഥമായിട്ട് ചങ്കിന്ന് ഞാൻ പറയണം. എന്തിനാണ് കാശ് ചെലവാക്കിയിട്ട് നെബോഷ് പഠിക്കുന്നത്? MEP പഠിക്കായിരുന്നില്ലേ? QAQC പഠിക്കായിരുന്നില്ലേ? ഓട്ടോകാഡ് പഠിക്കായിരുന്നില്ലേ? NDT പഠിക്കായിരുന്നില്ലേ? അക്കൗണ്ടിങ് കോഴ്സ് പഠിക്കായിരുന്നില്ലേ? MS ഓഫീസ് പഠിക്കാൻ ടാലി പഠിക്കായിരുന്നില്ലേ? എന്തിനെ കോഴ്സ് പഠിച്ചു? ജോലി കിട്ടും, 100% ജോലി കിട്ടും. ജോലി കിട്ടല് മാത്രം ഉള്ള ജോലി പ്രൊമോഷൻ കിട്ടും. അല്ല, ഉള്ള ജോലി പോവാതിരിക്കാനും കൂടെ നെബോഷ് പഠിക്കണില്ലേ? സേഫ്റ്റിയിൽ വർക്ക് ചെയ്യണോ, എൻ്റെ ജോലി പോവും. നെബോഷ് പഠിക്കുന്നുണ്ട്.
ഇത്രയും സാധനം. അപ്പൊ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന സാധനം പാസ്സാവണോട്ടാ. പാസ്സാവാൻ ചങ്ങായി നീ എത്ര ആഗ്രഹിക്കണം, അതിന്റെ ഒക്കെ 1000-10,000 മടങ്ങ് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ പാസ്സാവാൻ. നീ പാസ്സാവാൻ കാരണം ഒരു കുടുംബം രക്ഷപ്പെടും. ഇത്രയും കാലത്തിനിടക്ക്, കഴിഞ്ഞ 7-8 വർഷത്തിനിടക്ക് 10,000-2,000-3,000 കുടുംബങ്ങളെ ഇതിങ്ങനെ കൈ പിടിച്ച് ഉയർത്താനായിട്ട് എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഭയങ്കര പൊങ്ങച്ചം പറയണല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന, നമ്മളിപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ പൈസ ഉണ്ടല്ലോ, ഇറ്റ് ട്രൂലി കൗണ്ട്സ്. ഒരുപാട് കാശ് നമ്മൾ ചെലവാക്കിയിട്ടുണ്ട് ജീവിതത്തിൽ. പഠിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ, വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്, വീട് വെക്കാൻ വേണ്ടിയിട്ട്, സഹായിക്കാൻ വേണ്ടി, അങ്ങനെ പലതും, ചികിത്സക്ക് വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ ലൈഫിൽ ത്രൂ ഔട്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഇനിയുള്ള ലൈഫിന്റെ പ്രോഗ്രസിന് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ ചെലവാക്കുന്ന എത്രയാണോ ആ പൈസ ഇല്ലേ, ദാറ്റ് ഐ ട്രൂലി വാല്യൂ ഇറ്റ്. അതുകൊണ്ട് ആ വാല്യൂവിന്റെ കോടി ടൈംസ് തിരിച്ചു തരാൻ ഐ കമ്മിറ്റ് ഹിയർ ഫോർ ദാറ്റ്. സോ ചങ്ങായി, ലവ് യുടാ. പെടക്കണോട്ടെ നമുക്ക് ആ ഒരു ഫയറിൽ. ഞാൻ ഇത്ര നേരം പറഞ്ഞെന്നറിയോ, ആത്മാർത്ഥമായിട്ട് പറയൂ. ഇത്ര നേരം പറഞ്ഞത് +2 തോറ്റിട്ട് തവിട് പൊടിയായിട്ട് ഒന്നും ചെയ്യാനില്ലാതെ വീടും കടപ്പാടവും കടത്തിലായി ഒരുത്തനും ഉമ്മയിട്ട് ഇവിടെ വന്നു. എന്ത് ചെയ്യും? അമ്മയിട്ട് വന്നു. അവൻ അന്ധകാലത്ത് 6 വർഷം മുമ്പ്, അന്ന് ഇങ്ങനൊന്നും അല്ല നെബോഷ് എക്സാം, പഠിപ്പിച്ച് പാസ്സായി. ഇന്ന് അവൻ വർക്ക് ചെയ്യുന്നത് റുവൈസിലെ അറ്റ്നോക്ക് കമ്പനിയിൽ 10,000-18,000 ദിർഹംസ് സാലറിയിലാണ്. 10 പൈസ എനിക്ക് തരണ്ട, പക്ഷെ അത് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. എന്നാൽ അതിൻ്റെ ഒരു പ്രാർത്ഥന, അതിൻ്റെ ബ്ലിസ് നമുക്ക് കിട്ടൂലടാ. പിന്നെ രണ്ടാമത്തെ ഒരു സാധനം കൂടെ കിട്ടണോട്ടാ. ക്ലാസ് സംഗതി ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ കൊണ്ടുവരണോട്ടാ. നെബോഷ് പഠിക്കാനായിട്ട് അടുത്ത ഫ്രണ്ട്സിനെ കൊണ്ടുവരണം. നിങ്ങൾക്ക് മാത്രം രക്ഷപ്പെട്ടാൽ മതിയാ, എല്ലാവർക്കും രക്ഷപ്പെടണ്ട, കൂട്ടത്തിൽ എനിക്കും രക്ഷപ്പെടണ്ടേ. അപ്പൊ ചുരുക്കം പറയുകയാണെങ്കിൽ, ഇൻ ഷോർട്ട്, ആത്മാർത്ഥമായിട്ട് പറയാണ്, ഇതൊരു ക്ലാസ്സോ ഇതൊരു ടീച്ചർ നിന്നിട്ട് കുട്ടീനെ ഐ ഡോണ്ട് നോ ദാറ്റ്. ബേസിക്കലി എനിക്ക് ഇങ്ങനെ പഠിപ്പിക്കാനൊന്നും അറിയൂല. എൻ്റെ ഉള്ളിലുള്ള ആത്മാർത്ഥതനെ നിങ്ങളിലേക്ക് ഒരു തരിമ്പ് പോലും ചോരാതെ അതിനെ പകർന്നു നൽകാനാണ് ഈ ഗുരു ആഗ്രഹിക്കുന്നത്. ഗുരു അല്ലേട്ടാ, ഗുരു. അപ്പോ നമുക്ക് തുടങ്ങവനെ. ഞാൻ ഇത്രയും ഇൻട്രൊഡക്ഷൻ തന്നതേ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ലൈവായിരിക്കും നമ്മളെ ക്ലാസ്, ഇങ്ങനെ ആയിരിക്കും ക്ലാസ്. ഓക്കെ, ഇത്രയും ഇൻട്രൊഡക്ഷൻ തന്നത് നെബോഷിനെ പറ്റി ഒരു ഐഡിയ കിട്ടാനാണ്. ഇങ്ങനെ നെബോഷിനെ പറ്റി പറയുന്ന ഒരാൾ ലോകത്ത് നിന്ന് ജീവിച്ചിരിപ്പുണ്ടാവില്ല. നെബോഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടഫാണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ആക്ച്വലി അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഞങ്ങളത് ചെയ്യില്ല. നെബോഷ് എന്ന് പറഞ്ഞാൽ പൂച്ചക്കാട്ടം, അങ്ങനെയാണ് നമ്മൾ അതിനെ പറയുന്നത്. ഇറ്റ്സ് വെരി പൂച്ചക്കാട്ടം, ഇറ്റ്സ് വെരി സിമ്പിൾ, ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ. ഇത് നമുക്ക് +2 തോറ്റോനെ കൊണ്ടുവരെ ചെയ്യിപ്പിച്ചു, പാസ്സാക്കിയെങ്കിൽ ഇവിടെ M.Tech ജയിച്ചോന് ഇത് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ദർ ഇസ് നോ NM in it. അതിൽ NM ഇല്ലാത്തത് കൊണ്ടാണ്. സോ ഒറ്റ കാര്യം മാത്രമുള്ളൂ. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞൊരു ഇന്റർവ്യൂലേ ഫസ്റ്റ് ക്ലാസ് ഒക്കെ കിട്ടി, പാസ്സായി. പക്ഷെ നശിപ്പിച്ച് 75,000 രൂപ 85,000 രൂപയുടെ സാലറിയുടെ ജോലി പോയി. കാരണം എന്താണെന്നറിയോ? വന്നിരുന്ന പാടെ ചോദിച്ചു, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് നെബോഷ്? ഇവന്റെ പേര് പറഞ്ഞു, അബ്ദുസലാം. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് നെബോഷ്? ആദ്യം നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. നെബോഷ്, N ഫോർ നാഷണൽ, E ഫോർ എക്സാമിനേഷൻ, B ഫോർ ബോർഡ്, O ഫോർ occupation, S ഫോർ സേഫ്റ്റി, H ഫോർ ഹെൽത്ത്. നാഷണൽ എക്സാമിനേഷൻ ബോർഡ് ഇൻ ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. വർക്ക് പ്ലേസിലെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയെ മാനേജ് ചെയ്യുന്ന ഇന്റർനാഷണൽ സംവിധാനമാണ് ഈ നാഷണൽ എക്സാമിനേഷൻ ബോർഡ്. UK ബോർഡിന്റെ പേരാണ് നെബോഷ്. അവർ നമുക്ക് നൽകുന്ന സർട്ടിഫിക്കേഷന്റെ പേരാണ് IGC. ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് ഇന്റർനാഷണൽ ജനറൽ സർട്ടിഫിക്കേഷൻ. ഇന്റർനാഷണൽ ജനറൽ സർട്ടിഫിക്കേഷൻ. ഈ ഇന്റർനാഷണൽ ജനറൽ സർട്ടിഫിക്കേഷൻ വെച്ച് നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ലെവൽ 3 എന്നാണ് നമ്മൾ ഇതിനെ പറയാം. ലെവൽ 3, ഓക്കെ, നോ പ്രോബ്ലം, ലെവൽ 3. അപ്പൊ ഇതും കൂടെ നമ്മളൊന്നും എന്ത് ചെയ്തേക്കാം, മനസ്സിലാക്കി വെച്ചേക്കാം. സോ ലെറ്റ്സ് സീ ഓൺ ദ ക്ലാസ്. നമുക്ക് തുടങ്ങാം മച്ചാനെ. നമ്മൾ തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചോദിക്കുക എന്താ പേരെന്നല്ലേ.
അതുപോലെ തന്നെയാണ് എന്താണ് സേഫ്റ്റി, എന്താണ് ഹെൽത്ത്. രണ്ട് വാക്കുകളാണ്. എന്താണ് ഹെൽത്ത്? ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ ഹെൽത്ത്? ഒരു സെക്കൻഡ് ബോറടിക്കരുത് കേട്ടോ, ഒരു സെക്കൻഡ് ബോറടിക്കരുത്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്തി ആയിരിക്കുക, ഒന്നുമില്ല, ഡിസീസ് ഇല്ലാത്ത അവസ്ഥയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ആബ്സെൻസ് ഓഫ് ഡിസീസ് ഇസ് കോൾഡ് ഹെൽത്ത്. വേണമെങ്കിൽ ഒരു ചെറിയൊരു നോട്ട് ബുക്ക് വെറുതെ അടുത്ത് വെച്ചിട്ട് ലെക്ചർ നോട്ട് എഴുതി പോയാൽ നന്നായിരിക്കും, നോട്ട് കമ്പൽസറി. ഓക്കെ, പിന്നെ നമ്മളെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടല്ലോ, അയച്ചു തന്നിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഡിസീസേ ഇല്ലാത്തൊരവസ്ഥയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഫിസിക്കൽ ഹെൽത്ത് ഇപ്പൊ ശാരീരിക അസ്വസ്ഥതകൾ നമുക്കറിയാം, പക്ഷെ മാനസിക നമ്മുടെ പറയില്ലട എനക്ക് ഒരു സുഖിലടക്കെ ആകെ പ്രാന്തിരിക്കുന്നു, എങ്ങനെയെങ്കിലും പോയി ചത്താ മതി, പണ്ടാരാവുള്ളോ, ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു, ഉച്ച തലക്ക് പ്രാന്ത് പിടിക്കണം. ഇതും എന്താണ്? ഹെൽത്ത് ഇല്ലായ്മയാണ്, ഇൽ ഹെൽത്താണ്. ഈ മാനസികമായിട്ട് ഹായ് നല്ല സുഖം, പറന്ന് നടക്കണ മാതിരി എന്നൊക്കെ തോന്നൂലേ എന്ന് പറയൽ എന്താണ്? ഹെൽത്തിയാണ്. പക്ഷെ അത് സാധനം എന്തെങ്കിലും ഉള്ളിലേക്ക് ചെന്നിട്ടുള്ള അവസ്ഥ ആവരുത്, ഹെൽത്ത് സ്റ്റഫ് ആവരുത്. അല്ലാതെ നോർമൽ അവസ്ഥയിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം? നമുക്ക് പറക്കാൻ പറ്റണം. ആ ഒരു ഫയർ ആണ് എന്ത്? ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഒരു ടേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സേഫ്റ്റി. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കൊരു ഇഞ്ചുറിയുടെ റിസ്ക് ഇല്ലാത്തൊരവസ്ഥ അല്ലെ. എന്നെ വണ്ടി ഇടിക്കൂല, എനിക്ക് ഗ്യാസ് ശ്വസിക്കേണ്ട വരൂല, ഞാൻ വഴുക്കി വീഴൂല, അങ്ങനത്തെ ഒരു റിസ്ക് എനിക്ക് ഇല്ലാത്തൊരവസ്ഥയുടെ പേരാണ് എന്ത്? സേഫ്റ്റി. ആബ്സെൻസ് ഓഫ് റിസ്ക് ഓഫ് സീരിയസ് പേഴ്സണൽ ഇഞ്ചുറി, ഇതിന്റെ പേരാണ് സേഫ്റ്റി. എവിടെ ഏത് ഇന്റർവ്യൂല് ഡിഫൈൻ ഹെൽത്ത് എന്നോ വാട്ട് ഈസ് മീൻ ബൈ ഹെൽത്ത് എന്ന് ചോദിച്ചാൽ നമുക്കിത് പറയാൻ പറ്റണം കേട്ടോ. ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് ആബ്സെൻസ് ഓഫ് ഡിസീസ് ആൻഡ് ആബ്സെൻസ് ഓഫ് റിസ്ക് ഓഫ് സീരിയസ് പേഴ്സണൽ ഇഞ്ചുറി എന്ന് നമുക്ക് പറയാൻ പറ്റണം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ എലമെന്റ് 1, ഈ IGC എന്ന് പറയുന്ന ഈ ഒരു IG1 മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന നമ്മുടെ ഈ സബ്ജക്ട് എന്താണ്? നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് ഇന്റർനാഷണൽ മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയെ മാനേജ് ചെയ്യുന്നു, ഇന്റർനാഷണൽ ലെവലിൽ നിന്ന് മാനേജ് ചെയ്യുന്ന, എങ്ങനെ മാനേജ് ചെയ്യുന്നു പഠിപ്പിക്കുന്ന സബ്ജക്റ്റാണ് നമ്മുടെ IG1 എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് ആകെപ്പാടെ 4 എലമെന്റ്സേ ഉള്ളൂ. എലമെന്റ് എന്നാണ് നമ്മൾ പറയാ, ഓരോ ചാപ്റ്ററിനെയും എലമെന്റ് എന്ന് പറയും. അതിന്റെ സബ് യൂണിറ്റുകൾ നമ്മൾ യൂണിറ്റ് എന്ന് പറയും. അപ്പൊ ഇതുപോലെ ഫസ്റ്റ് എലമെന്റിൽ നമുക്ക് ആകുള്ളത് 3 യൂണിറ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് എലമെന്റിൽ നമുക്കുള്ളത് 3 യൂണിറ്റ് ആണ്. ഇതൊന്നും കാണാൻ പഠിക്കേണ്ടത്, വെറുതെ പറഞ്ഞു കൊടുന്നോളൂ. ഫസ്റ്റ് എലമെന്റിൽ ഏറ്റവും ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ, ഞാനിപ്പോ പറയാൻ പോകുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ ഒരു നെബോഷ് എക്സാമിനേഷൻ പോലും ചരിത്രത്തിന്റെ വിരിമാറിലൂടെ കടന്നു പോയിട്ടില്ല കേട്ടാ. 10ഓ 15ഓ മാർക്കിന് ഈ ചോദ്യമില്ലാതെ ഇന്ന് വരെ കടന്നുപോയ ഒരു നെബോഷ് എക്സാം ഇന്ന് കടന്നു പോയിട്ടില്ല. നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ആ ക്വസ്റ്റ്യൻ? അത് വേറൊന്നുമല്ല, ബട്ട് വൈ. എന്ത് ബട്ട് വൈ? വൈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി? എന്തുകൊണ്ട് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓർഗനൈസേഷൻ മാനേജ് ചെയ്യണം? വൈ ആൻ ഓർഗനൈസേഷൻ ഷുഡ് ഹാവ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്? എന്തിനാണ് ഈ സേഫ്റ്റിനെ കൊണ്ട് നടക്കണേ? എന്തിനാണ് ഈ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്? ഈ ലോകത്തുള്ള മുഴുവനും ഏത് ഇൻഡസ്ട്രി ആയാലും സേഫ്റ്റി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഫുഡ് ഇൻഡസ്ട്രി ആവട്ടെ, അത് ഹോസ്പിറ്റൽ ആവട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, ഓയിൽ ആൻഡ് ഗ്യാസ് ആവട്ടെ, ട്രാൻസ്പോർട്ടേഷൻ ആവട്ടെ, ലോജിസ്റ്റിക്സ് ആവട്ടെ, മെക്കാനിക്കൽ ആവട്ടെ, മാനുവൽ ഹാൻഡ്ലിംഗ് ആവട്ടെ, അങ്ങനെ എന്തുമാകട്ടെ, കൺസ്ട്രക്ഷൻ ആവട്ടെ, എല്ലാത്തിനും സേഫ്റ്റി വേണം. എന്തിന്? ഇതൊരു ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ആണ്. ഇതറിയാത്ത ഒരാള് സേഫ്റ്റിയിൽ വർക്ക് ചെയ്യണ്ടെന്നാണ് നെബോഷ് പറയണത്. അതുകൊണ്ട് നെബോഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ ഇല്ലാണ്ടിരിക്കൂല. കഥ മനസ്സിലായില്ലേ? ബോറടിക്കുന്നില്ല അല്ലെ? എന്തുകൊണ്ട് സേഫ്റ്റി വേണം? എന്താ അഭിപ്രായം? ഒന്നാലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ട് സേഫ്റ്റി വേണം? എന്താ അഭിപ്രായം? ഒന്നാലോചിച്ച് നോക്കിയേ. സേഫ്റ്റി വേണമെന്ന് പറഞ്ഞാല് സേഫ്റ്റി വേണം. എന്താണ് സേഫ്റ്റി? സേഫ്റ്റി വേണമെന്ന് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എന്തിനാണ് സേഫ്റ്റി? എന്തുകൊണ്ട് സേഫ്റ്റി? ബട്ട് വൈ? എന്തുകൊണ്ട് സേഫ്റ്റി? പ്രധാനമായി ഇവിടെ 3 കാരണങ്ങൾ കൊണ്ടാണ് എന്ന് തർപ്പിച്ച് നമുക്ക് പറയാൻ പറ്റണം. സാധാരണ നമ്മൾ പറയും ആക്സിഡന്റ് ഇല്ലാതിരിക്കാൻ സേഫ്റ്റി വേണം, അത് ആൾക്കാർക്ക് പ്രശ്നമില്ല. വെരി ഗുഡ്, ദാറ്റ് ഈസ് ട്രൂ ആൻസർ. ഓർഗനൈസേഷന് നന്നാവാൻ സേഫ്റ്റി ആവശ്യമല്ല, ദാറ്റ് ഈസ് ഗുഡ്, ദാറ്റ് ഈസ് ഓൾസോ ട്രൂ ആൻസർ. പക്ഷെ ഇതിനൊന്ന് സെഗ്മെന്റ് ചെയ്ത് 3 സെഗ്മെന്റ് ആക്കുകയാണ് നമ്മൾ. ഇവിടെ ഇതിനെ 3 സെഗ്മെന്റ് ആക്കുകയാണ്. ഓക്കെ, എന്തുകൊണ്ട് സേഫ്റ്റി? ഒന്നാമത്തെ സെഗ്മെന്റ് ഭയങ്കര രസമുണ്ട് തോന്നേ. ഒന്നാമത്തെ സെഗ്മെന്റ് മോറൽ റീസൺ. എന്താണ് മോറൽ റീസൺ? ഇനി പച്ചെടുക. രണ്ടാമത്തെ സെഗ്മെന്റ് ഫൈനാൻഷ്യൽ റീസൺ അഥവാ മണി റീസൺ. കാണില്ലേ? ഫൈനാൻഷ്യൽ റീസൺ അഥവാ മണി റീസൺ. ഇനി കറുപ്പെടുക.
മൂന്നാമത്തെ സെഗ്മെന്റ് ലീഗൽ റീസൺ. ലീഗൽ റീസൺ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ സേഫ്റ്റിന് വെച്ച് പൂട്ടാൻ പോണിട്ടാ. അപ്പോ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് ചെല്ലുകയാണ്. ഓക്കെ, ഇനി ഡ്രാമ ഉണ്ടാ, ഭയങ്കര രസമുള്ളത്. ഈ ക്വസ്റ്റ്യൻ ഒരു ഡ്രാമയെ കൂടെ പഠിക്കാം. ഒരു ഇന്റർവ്യൂവിന് ചെല്ലുകയാണ്, നന്നായിട്ട് നല്ല ഡ്രസ്സുമായിട്ട്, പിന്നെ ഇതുപോലെ നല്ല അടിപൊളി ഷർട്ടൊക്കെ തേച്ച് അടിപൊളി ഇഞ്ചൊക്കെ ചെയ്ത് ഓക്കെ സെറ്റായിട്ട് എന്ത് ചെയ്യണം, നീല ഫയലും പിടിച്ചിട്ട് പോവണം. CV-യും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് വേറെ പൊന്നാര ചങ്ങായി ഇന്റർവ്യൂ ബോർഡിൽ ഇത് നമ്മളെ സബ്ജക്റ്റായിട്ട് ബന്ധമില്ലെങ്കിൽ ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ എല്ലാ പിള്ളേരോട് ഞാൻ പറയാറുണ്ട്, ഇന്റർവ്യൂ ബോർഡിൽ ജസ്റ്റ് ബി ജെനുവിൻ, ജസ്റ്റ് ബി ജെനുവിൻ. ഇപ്പൊ തന്നെ ഒരുത്തൻ ഈ ഹംഗറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു എന്ത് ചെയ്ത് പിന്നെ ഒരു ഇന്റർവ്യൂവിന് പോയി, ഒരു ട്രക്ക് ഡ്രൈവർ ഇന്റർവ്യൂ ആണ്. അപ്പൊ അവിടെ ചെന്നപ്പോ ഇന്റർവ്യൂവർ ബാക്കിയുള്ളവരോടൊക്കെ ചോദിച്ച് ഉറക്കം വന്നാൽ എന്ത് ചെയ്യും? ഓരോരുത്തന്മാര് പറഞ്ഞു കണ്ണില് മറ്റേ എന്താ പറയാ ഈർക്കില് വെച്ചിട്ട് ഓടിക്കും എന്ന് പറഞ്ഞു ഇറക്കി ഓടിച്ചവനെ. അങ്ങനെ ഒരുത്തൻ പറഞ്ഞു എന്ത് ചെയ്യും, ഉറക്കം വന്നാൽ സുഖമായിട്ട് വണ്ടി സൈഡാക്കി കിടന്നുറങ്ങും. വെരി ഗുഡ്, സെലക്ടഡ് ഫോർ 2.5 lakh rupees Indian rupees job, and he's about to travel on 18th of I think അടുത്ത മാസത്തെ ട്രാവൽ ചെയ്യാൻ പോവാം. ജസ്റ്റ് ബി ജെനുവിൻ. ഇന്റർവ്യൂവിൽ നമ്മൾ ജെനുവിൻ ആക്കണം. ചിലവന്മാരെന്തെന്ന് അറിയാം, ഇന്റർവ്യൂവിന് പോയിട്ട് ഭയങ്കര ഇന്റർവ്യൂ ടെക്നിക്കൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവർ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും എന്ത്, ഭയങ്കര പേഴ്സണാലിറ്റി എന്നെ പോലുള്ള പൊട്ടന്മാരുണ്ടല്ലോ, മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഓരോരുത്തരെ വഴിതെറ്റിച്ചും കൂടെ വിടുമല്ല. അവർ പറയും നമ്മൾ വളരെ ജെന്റിലായി നടക്കണം. അപ്പം ഇത്രയും നാൾ ഇങ്ങനെ നടന്നിരുന്ന ആൾ അവിടെ എത്തുമ്പോൾ ഇറക്കെ പിടിച്ചിട്ട് ഒരു മെക്കാനിക്കൽ സാധനം നടന്നു വരുന്ന പോലെ അപ്പം തന്നെ ഒരു ജാതി നമുക്ക് വൃത്തിയായിട്ട് തോന്നൂലേ. അങ്ങനെ നേരെ വന്ന് അവിടെ ചെയർ വലിച്ചിട്ട് അവിടെ കുത്തിരുന്ന് അപ്പം അങ്ങനൊന്നും കാണിക്കാൻ പാടില്ല, ശ്വാസം ഇങ്ങനെയാണ് വിടേണ്ടത് എന്നൊക്കെ പഠിച്ചു. അപ്പം ഇതിലേക്കായിരിക്കും എൻ്റെ ശ്രദ്ധ. പെട്ടെന്ന് തുമ്മൽ വന്നു, ചൊറിയൽ വന്ന ചൊറിയാൻ പാടില്ല, മുഖത്ത് ചൊറിയാൻ പാടില്ല, മൂക്കുമ്പോൾ ചൊറിയാൻ പാടില്ല. ഇവന് ചൊറിച്ചിൽ വന്ന എന്ത് ചെയ്യും, ഇങ്ങനെ പിടിച്ചു നിൽക്കും. തുമ്മൽ വന്ന് തുമ്മണില്ല, ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്റർവ്യൂ എന്ത് പറ്റിയത്, എന്തൊരു സാധനം, ഇത് ഇറങ്ങി പോകാനേ പറയുള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം ജസ്റ്റ് ബി എസ് ജെനുവിൻ. വളരെ ജെനുവിൻ ആയിട്ട് നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിൽ ചെന്നിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്താണ്, വൈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ്, എന്തുകൊണ്ട് സേഫ്റ്റി ഉണ്ടാവണം. ഉറപ്പായിട്ടും നിങ്ങളോട് ചോദിച്ചു എന്താണ് വിശേഷങ്ങൾ, ഭാര്യയും കുട്ടികളൊക്കെ എന്തെങ്കിലും ഒലക്ക ചോദിക്കും. ഇന്റർവ്യൂ ബോർഡിൽ അതൊന്നും ചോദിക്കൂല. ഇന്റർവ്യൂ ബോർഡിൽ ചോദിക്കുക ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ആ സമയത്ത് നമ്മളെ കുടുംബ വിശേഷം പറയാ, മൈ ഗ്രാൻഡ് പാ ഈസ് 98 years old. ഇതൊന്നും അവർക്ക് കിട്ടണ്ട. അവർക്ക് ഹു ആർ യു, നിങ്ങൾ ആരാ, നിങ്ങൾ എന്താ, എത്ര കിട്ടണ്ടു, ഞാൻ പൊളിയാണ്, ഞാൻ പവറാ, സേഫ്റ്റി എന്ന് പറഞ്ഞ പാഷനാ, പെട്ടക്കും ഞാൻ. ആ ഒരു ഫീലാണ് കൊടുക്കേണ്ടത് സെൽഫ് ഇൻട്രൊഡക്ഷൻ. മനസ്സിലാവും. അല്ലാണ്ട് ഐ ആം നൗഫൽ, ഐ ആം കമ്മിങ് ഫ്രം കേരള, പടിയൂർ PO 680688, മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് ബ്യൂട്ടിഫുൾ വൈഫ് ആൻഡ് കിഡ്സ്. നോ, ഇതവർക്ക് വേണ്ട. 100 പേരുടെ 99 പേര് ഇത് പറയും. പക്ഷെ ഒരുത്തനായ നീ ഉണ്ടല്ല, നമ്മളുണ്ടല്ല, ഡിഫറെന്റ് ആയൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു നോക്കിയേ. 25 പേര് നിരന്നിരിക്കുന്നു സേഫ്റ്റി ഇന്റർവ്യൂവിൽ. 24 പേരും ദിസ് ഈസ് മൈ നെബോർ സർട്ടിഫിക്കറ്റ്, ദിസ് ഈസ് സോ ആൻഡ് സോ. അവിടെ നിന്ന് മാറ്റിട്ട് നമ്മൾ ഇതൊക്കെ നമുക്ക് കൊടുത്തില്ല, ഇങ്ങനെ എന്തിനാ പറയണേ, അവർക്ക് CV നോക്കിയാൽ കണ്ടൂടെ. നേരെ വന്നിട്ട് പറയാം താങ്ക് യു സർ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് മിസ്റ്റർ ജെന്റിൽമാൻ. അപ്പൊ ഞാൻ പറയാം താങ്ക് യു സർ, ഐ ആം മൈ സെൽഫ് നൗഫൽ മറക്ക, ഐ ആം കമ്മിങ് ഫ്രം one tip of South India and Kerala. And though I have educated in India, I have knowledge about the world by meeting people, watching visual medias like CNBC. In short, I sound confident. ഇതെന്ത് പണ്ടാറ് സെൽഫ് ഇതുവരെ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ നേരെ വേറൊരു സാധനം, ഇത്രക്ക് ഹൈയിലേക്ക് വേണ്ട, കുറച്ച് ഇതൊരു IAS-ന്റെ സാധനമാണ്, കുറച്ച് താഴേക്ക് വരാം. So I'm very forward looking and very ambitious. As far as I'm concerned, I'm much passionate towards safety. And that is my core interest, and that I'd like to safeguard the people's lives. And I feel, and I definitely see the most valuable is none other than human lives. That is my introduction, sir. Wow, fantastic. അപ്പോൾ ആൾ ചോദിക്കും ഈ ഇൻട്രൊഡക്ഷൻ എവിടെ നിന്ന് പഠിച്ച്, അത് എന്ന് പറയരുതിട്ടാ, അത് നമ്മളങ്ങനെ പറയണം. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ. അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇതൊന്നും നമ്മളെ സബ്ജക്റ്റിൽ ഇല്ലട്ടെ, ഇതൊക്കെ ബോണസ് ആൻഡ് എക്സ്ട്രാ ഫീസ് തരണോട്ടാ, അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചുതരാം. ഓക്കെ, സോ എന്തുകൊണ്ട് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ് ചെയ്യണം, എന്തുകൊണ്ട് വർക്ക് പ്ലേസിലെ സേഫ്റ്റി മാനേജ് ചെയ്യണം എന്നാണ് നമ്മുടെ ചോദ്യം. വൈ വി ഫോളോ സേഫ്റ്റി റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. അപ്പൊ നിങ്ങൾ പറയണം സർ, ഇറ്റ്സ് അബൌട്ട് ദ പീപ്പിൾ, ഇറ്റ്സ് അബൌട്ട് ദ പീപ്പിൾ, ഇറ്റ്സ് നോട്ട് മെഷീൻസ്.
People are not machines. People have feelings and emotions. Can't you see their family? Can't you see their dependents? Can't you see their friends and relatives? Can't you see their joyfulness of their family? Okay, yes, we can see that. We admit. Then you proceed. അപ്പം നമ്മൾ പറയണേ, രാവിലെ കുളിച്ചൊരുങ്ങി ഡ്രസ്സ് ചെയ്ത് പൗഡർ ഇട്ട് കുഞ്ഞു വാവ 2-3 വയസ്സുള്ള കൊച്ച് അച്ഛനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചു ഉമ്മം വെച്ചു വന്ന ആ ചങ്ങായി നമ്മുടെ ഓർഗനൈസേഷനിൽ പണിയിടുക വന്നിട്ടേ അവിടെ ചെല്ലുമ്പോൾ ഒരു ഫോർക്ക് ലിഫ്റ്റ് ട്രക്ക് ഡ്രൈവറുടെ അസ്വസ്ഥത മൂലം നമ്മുടെ കമ്പനിയിൽ പെഡസ്ട്രിയൻ ലൈനും ഫോർക്ക് ലിഫ്റ്റ് ട്രക്കിൻ്റെ ലൈനും സെപ്പറേറ്റും സെഗ്രിഗേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഈ പാവം മനുഷ്യൻ അരഞ്ഞ് കലങ്ങിയിട്ട് അവസാനം ചെല്ലുന്നത് ഏതാനും ഒരു ചെറിയ പെട്ടിയിൽ കുറേ തൂക്ക് സഞ്ചിയിലാക്കിയിട്ട് ഇയാളുടെ മൃതശരീരമാണെങ്കിലേ അതെത്തിക്കലാണോ സാർ? ഈ ചോദ്യം തിരിച്ചു ചോദിക്കാൻ പറ്റണം. ഈ ചോദ്യത്തിൻ്റെ പേരാണ് മോറൽ റീസൺ. ഇതിന് എനിക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. മോറൽ റീസൺ. മോറൽ, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമ്മളുള്ളിൽ എല്ലാവരുടെ ഉള്ളിൽ നന്മയുണ്ട് എന്നുള്ളതാണ്. വണ്ടി റോട്ടിൽ കൂടെ പോണു, ബാക്കിലൊരു ചേച്ചിയും ഒരു കുഞ്ഞു കുട്ടിയിരിപ്പുണ്ട്. കാറിന്റെ ഡോർ അടഞ്ഞിട്ടില്ല. പൊന്നാര ചങ്ങായി പെടച്ചു വിടൂല. നമ്മള് നേരെ ഫ്രണ്ടിൽ ചെല്ലും, ചേട്ടാ ഡോർ അടഞ്ഞിട്ടില്ല. നമുക്ക് പറയേണ്ട വല്ല കാര്യമുണ്ടാ? ഒരു ബൈക്ക് പോകണം, സ്റ്റാൻഡ് ഇട്ടിട്ടില്ല പറയൂലേ? എന്താ ഓട്ടോമാറ്റിക്കലി വരുന്ന സാധനമാണ് മോറൽ. മനുഷ്യന്റെ ഉള്ളിൽ ഒരു പൂച്ച അതിങ്ങനെ ഹായ് ആകെ വയ്യാണ്ട് ദാഹിച്ചിറങ്ങും, അതിനെ കല്ലെടുത്തെറിയ. ഒരു പട്ടി നായിച്ചു വലിഞ്ഞടക്കുമ്പോ അതിനെ ഓടിപ്പിക്കുക. ക്രൂരനല്ല അവന്, കൊടുക്രൂരൻ, വെടിവെച്ചല്ലവനെ. ഈ സാധനമാണ് മോറൽ. സോ മോറൽ, definition of moral is right thing to do. ഇതാണ് മോറലിന്റെ ഡെഫിനിഷൻ. റൈറ്റ് തിങ് ടു ഡു, ചെയ്യേണ്ട ശരിയായ കാര്യം ശരിയായ ടൈമിൽ ചെയ്യലാണ് മോറൽ. ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ പലതും കാണാം, പക്ഷെ ഇതാണ് ഇതിന്റെ സത്യം. മോറൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. മോറൽ എന്ന് വെച്ചാൽ കണ്ണീച്ചോര, മനസാക്ഷി, ഹൃദയത്തിന്റെ ഒരു സാക്ഷി ഉണ്ട് നമുക്ക്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളോട് പറയും, ഞാൻ ചെയ്തത് ശരിയായില്ല, ഞാൻ കുറച്ചും കൂടെ നന്നായി പെരുമാറണമായിരുന്നു. ഓക്കെ, അടുത്ത ദിവസം നന്നായി പെരുമാറും. ഇതാണ് മോറൽ, റൈറ്റ്? ഈ മോറൽ റീസൺസിനെ നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് വിൽ ബി കിൽഡ്, ഗെറ്റിംഗ് ഇൻജുവേർഡ് ആൻഡ് ഗെറ്റിംഗ് സിവിയർ ഇൻജുറീസ്. അങ്ങനെ ആവുമ്പോൾ എന്താ സംഭവിക്കുക? ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ എഫക്ട് ദെയർ ഫാമിലി, ഡിപ്പെൻഡൻസ്, റിലേറ്റീവ്സ് ഒക്കെ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തികളുടെ പിക്ചർ നമ്മൾ മനസ്സിൽ കൂടെ കടന്നു പോകണോട്ടാ. അവരുടെ നെഞ്ചത്തടിച്ച നൊലോളികൾ നമ്മളുടെ കർണപുടങ്ങളിൽ ആഞ്ഞടിക്കണോടാ. അതാണ് ആ ഫയറാണ്. ഫാമിലി, ഡിപ്പെൻഡൻസ്, റിലേറ്റീവ്സ് എല്ലാവരെയും ബാധിച്ചു. അപ്പൊ നമ്മൾ പറയണം കമ്പനി വേണം, നമുക്ക് കോമ്പൻസേഷൻ കൊടുക്കാലോ. അപ്പൊ പട്ടി കോമ്പൻസേഷൻ ഒരാളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഉറുമ്പിന്റെ ജീവനെ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്നാണ് ഓർഗനൈസേഷനോട് തിരിച്ചു ചോദിക്കേണ്ടത്. കോമ്പൻസേഷൻ, അവരുടെ കോമ്പൻസേഷൻ ആർക്ക് വേണം? അത് ബംഗാളിയല്ലേ, അത് മറ്റോനല്ല, മറിച്ചോനല്ല, എടാ അതൊരു ജീവനല്ലേ. ദാറ്റ് ഈസ് എ ഹ്യൂമൻ ലൈഫ്. കേട്ടോ ചോമണിക്കുക. So that means compensation is not a remedial price for a life എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം. മാത്രല്ല സൊസൈറ്റി കൺസിഡർ, മര്യാദക്ക് നടന്നില്ലെങ്കിൽ ഉണ്ടല്ല സമൂഹത്തിലെ ആൾക്കാർ കൈവെക്കൊന്നും കൂടെ പറയണം. അതാണ് മോറൽ റീസൺ. അങ്ങനെ നിങ്ങൾ ഇന്റർവ്യൂവറോട് പറയണം. എന്താണ് ഇന്റർവ്യൂവർ നിങ്ങളോട് ചോദിച്ച ചോദ്യം? വൈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, എന്തിനു ഞങ്ങൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ് ചെയ്യണം? നമ്മൾ പറഞ്ഞു മനുഷ്യത്വം ഉണ്ടാവണം, ഒറ്റ വാക്കിൽ. അപ്പൊ ഇതൊക്കെ കേട്ടിട്ടേ ഇന്റർവ്യൂവറോട് ചോദിക്കണം, അടിപൊളി, അപ്പൊ ഞാനിവിടെ ചാരിറ്റി പ്രസ്ഥാനം നടത്താനിരിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ ശരി, ഞാനിവരെ കുളിപ്പിച്ചു ഒരുക്കി സെറ്റാക്കി റെഡിയാക്കി നിർത്താം. ബട്ട് അവർ കമ്പനീസ് പ്രോഫിറ്റ് മോട്ടീവ്, നോട്ട് സേഫ്റ്റി മോട്ടീവ്. അടുത്ത ചോദ്യം വരികയാണ്. ഇതൊരു ഡ്രാമയായിട്ട് ഞാൻ പറയാം കേട്ടോ, കോൺവെർസേഷൻ ആയിട്ട്. നിങ്ങൾ എവിടെ ഇരിക്കുകയാണ്? ഇന്റർവ്യൂ ടേബിളിൽ ഇരിക്കുകയാണ്. ഹലോ മിസ്റ്റർ ജെന്റിൽമാൻ, യു സെഡ് ദാറ്റ് മോറൽ. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അതേതെങ്കിലും വല്ല ചാപ്പലിലോ ഏതെങ്കിലും വല്ല മസ്ജിദിലോ ഏതെങ്കിലും വല്ല അമ്പലത്തിലോ മോങ്കിലോ ഒക്കെ പോയി പറയൂ. ദിസ് ഈസ് നോട്ട് ഇത് വേദോപദേശ ക്ലാസ് അല്ലേ ബൈ. ഇത് നമ്മളെ കമ്പനീസ് പ്രോഫിറ്റ് മോട്ടീവ്, യു നോ. സോ സ്പെൻഡിങ് മണി ഫോർ സേഫ്റ്റി ഈസ് വേസ്റ്റ്, അറ്റ് എ വേസ്റ്റ്. അവർ നമ്മളോട് ആർഗ്യൂ ചെയ്യാണ്. എങ്ങനെ നിങ്ങൾ കൗണ്ടറാക്ട് ചെയ്യും? Spending money is waste for safety. By that time I could have make more profit to this site.
So, okay, I am spending for safety, I am spending for PPE, personal protective equipment, I am spending for this and that and risk assessment. ഇതിനൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് സാലറിയും തരണം. അപ്പൊ ആ കാശ് എടുത്തിട്ട് എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ കുടുംബത്തിൽ തിന്നാൻ കൊടുത്തൂടെ എന്ന് കമ്പനി ഓണർ അല്ലെങ്കിൽ മാനേജർ അല്ലെങ്കിൽ ഇന്റർവ്യൂ എടുക്കുന്ന ആള് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അതിപ്പോ ശരിയാണ് എന്നാണ് പറഞ്ഞത്. ഒരിക്കലും അല്ലട്ടാ. അവിടെയാണടാ അടുത്ത റീസൺ വരുന്നത്. ആ റീസണാണ് നമ്മുടെ പച്ച. എന്താണ് പച്ച? ഫൈനാൻഷ്യൽ റീസൺ, മണി റീസൺ. സർ, ദാറ്റ് ഈസ് യുവർ വെൽ സെഡ് സ്റ്റേറ്റ്മെന്റ്. അപ്പാരന്റ്ലി ഇറ്റ് ലുക്സ് കറക്റ്റ്. പ്രത്യക്ഷത്തിൽ അത് വളരെ ശരിയായിട്ട് തോന്നാമെങ്കിലും ഏറ്റവും വണ്ടർഫുൾ റബ്ബിഷ്, എന്താ പറയുക, ബ്ലൈൻഡ് റബ്ബിഷ്നെസ് ആണ് നിങ്ങൾ ഈ പറഞ്ഞതെന്ന് പറയാനുള്ള ചങ്കൂറ്റം നമുക്ക് ഉണ്ടാവണം. ദാറ്റ് യു ആർ ഓൾസോ മിസ്റ്റേക്കൺ സർ. ഓക്കെ, നിങ്ങൾ ഈ മോറലിനെ ഫുൾ മാറ്റി വെച്ചോ. നിങ്ങൾ ഒരു മോറലും കൊടുക്കണ്ട, നിങ്ങൾ ഒരു മനുഷ്യത്വം വേണ്ട. പക്ഷേ ഇഫ് യു ആർ നോട്ട് ഫോളോവിങ് സേഫ്റ്റി, ദാറ്റ് വിൽ എഫക്ട് ഡ്രാസ്റ്റിക്കലി ഡൗണിങ് യുവർ പ്രോഫിറ്റ്. എങ്ങനെ? അതെങ്ങനെ എന്റെ പ്രോഫിറ്റിനെ കുറക്കും? കമ്പനി പറയാ. എന്താ കമ്പനി പറഞ്ഞേ? സേഫ്റ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എക്സ്പെൻസ് കൂടല്ലേ? എക്സ്പെൻസ് പ്രോഫിറ്റിന്റെ ശത്രു അല്ലേ? എക്സ്പെൻസ് കുറച്ച പ്രോഫിറ്റ് കൂടൂലേ എന്ന് പറയുക. നോ സർ, ഇഫ് യു ആർ നോട്ട് സ്പെൻഡിങ് ഫോർ സേഫ്റ്റി, നിങ്ങൾ സേഫ്റ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി യുവർ എക്സ്പെൻസ് വിൽ ഇൻക്രീസ്. അവര് എണീറ്റ് നിന്നിട്ട് നിങ്ങൾ ഇത് ചെയ്യണത് കാണിച്ചിട്ട് ഞാൻ എണീറ്റ് സല്യൂട്ട് അടിക്കുമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റണം. യെസ്, ഡു യു മീൻ വാട്ട് ഈസ് എക്സ്പെൻസ്? Expense is money, expense is cost. So in terms of safety, what is mean by cost? Safety aspect il endanu cost? നിങ്ങൾ സേഫ്റ്റി മാനേജ് ചെയ്യുന്നില്ല എങ്കിൽ ദിപ്പ വീഴും ഇപ്പ പൊട്ടും എന്ന് പറയൂലേ എന്ന് പറഞ്ഞ മാതിരി അടുത്ത സെക്കൻഡിൽ ദിപ്പ സംഭവിക്കും. ഏതെങ്കിലും ഒരു സെക്കൻഡിൽ ഉറപ്പായിട്ടും ഒരു ക്രൂഷ്യൽ ആക്സിഡന്റ് അവിടെ സംഭവിച്ചിരിക്കും. You got it? If there is no safety, definitely accident is by the result. Accident is the cost. മനസ്സിലായില്ല? ആക്സിഡന്റ് ഈസ് ദ കോസ്റ്റ്. കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡന്റ് ആണ്. അപ്പൊ ഒരു ആക്സിഡന്റ് എങ്ങനെ കോസ്റ്റ് ആവണം? ആക്സിഡന്റ് അല്ലേ? ചോര ഇതൊക്കെ അല്ലേ? ഇതെങ്ങനെ കോസ്റ്റ് ആവണം? ആംബുലൻസ് മറ്റേതൊക്കെ എങ്ങനെ കോസ്റ്റ്? യെസ്, there you are. Accident is the cost to organization according to financial reason. നിങ്ങൾ എണീറ്റ് എന്ന് പറയാണ്, സമ്മർദ്ദിക്കുകയാണ്. You are mistaken sir. Accident is the cost to the organization. And the cost can be, there are two types of cost. Direct cost and indirect cost. ഒരു കമ്പനിയിൽ ഒരു സേഫ്റ്റി മെഷർ ഇല്ല എന്ന് വിചാരിക്കാം. ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയാണ്, അവിടെ ഒരു സേഫ്റ്റി മെഷർ ഇല്ല. ആളുകൾ റെസ്പിറേറ്ററി പ്രൊട്ടക്ഷൻ വെക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോണ്. പെട്ടെന്ന് ഒരു ഓയിൽ ടാങ്ക് ലീക്കേജിൻ്റെ ഒക്കെ അടിച്ചു പോയി, മരിച്ചാൽ പോയി. അതെങ്ങനെയാണ് കോസ്റ്റ് ആവണം? അതെങ്ങനെയാണ് ആ ആക്സിഡൻറ്റ് എങ്ങനെയാണ് കോസ്റ്റ് ആവണം? ഒരു കമ്പനിയിലെ ട്രാൻസ്പോർട്ടേഷനിൽ യാതൊരു സേഫ്റ്റി മെഷേഴ്സും ഇല്ല, അവിടെ ആക്സിഡന്റ് ഉണ്ടാവോ ഇല്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവും. ഒരു വർക്കറ്റ് ആയിട്ട് കൺസ്ട്രക്ഷൻ നടക്കുന്നു, അവിടുത്തെ ആളുകൾ ആരും ബോഡി ഹാർനസ് ഇട്ടിട്ടില്ല, അവിടെ ഗാർഡ് റെയിൽസ് ഇല്ല, അവിടെ ചൊവ്വിനുള്ള വർക്കിംഗ് പ്ലാറ്റ്ഫോം ഇല്ല, അതിന്റെ മേലെന്ന് വീഴൂലേ? ഉറപ്പായിട്ടും വീഴും. അപ്പൊ എനി ടൈം ആക്സിഡന്റ് ഉണ്ടാവും. ആ ആക്സിഡന്റ് കോസ്റ്റ് ഉണ്ടാക്കും. എന്ത് കോസ്റ്റ് ഉണ്ടാക്കും? ഒന്നുകിൽ ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും ഉണ്ടാക്കും. അപ്പോൾ നമ്മളോട് ഒന്ന് വ്യക്തമാക്കാൻ പറ്റും എന്താണ് ഡയറക്റ്റ് കോസ്റ്റ്, എന്താണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്? യെസ്, ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുള്ള ആ ആക്സിഡന്റിന് ആ സമയത്ത് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന, മെഷർ ചെയ്യാൻ പറ്റുന്ന, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റാണ് ഡയറക്റ്റ് കോസ്റ്റ്. എന്ന് പറഞ്ഞ ഉദാഹരണത്തിന് ആക്സിഡന്റ് പറ്റിയ ആൾക്ക് പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു, അമർത്തി പറഞ്ഞ ആ ഫസ്റ്റ് എയ്ഡ് സാധനങ്ങൾ കൊടുത്തു. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആക്സിഡന്റ് സംഭവിച്ചു, ഇന്ന കമ്പനിയിൽ ആക്സിഡന്റ് ആയി 10 പേര് മരിച്ചു എന്ന് പറയുന്നത് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? അതിന്റെ ഇമ്പാക്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ 28 വർഷത്തെ സേവന പാരമ്പര്യം എവിടെ പോയി? 12 ആക്സിഡന്റ് ഉണ്ടായതല്ലേ? നമുക്കറിയാം. ട്രേഡ് റിലേഷനെ ബാധിച്ചു, ഇൻഡസ്ട്രിയൽ റിലേഷൻ ബാധിച്ചു, പബ്ലിക് ഇമേജിനെ ബാധിച്ചു, എല്ലാ ഗുഡ്വില്ലും പോയി. ഇതെങ്ങനെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ചീത്തപ്പേര് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല പരിപാടി. ഇതൊരു ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്, മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ കുറച്ച് കോസ്റ്റുകൾ പറയൂ കേട്ടോ, അത് നിങ്ങൾ ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്ന് അവിടെ ഇരുന്ന് പറഞ്ഞു എനിക്ക് കേൾക്കണോട്ടാ. ഓക്കെ, റെഡി? ഫസ്റ്റ് എയ്ഡ് എന്ത് പറഞ്ഞു? ഡയറക്റ്റ്. റിപ്പയർ ടു എക്യുപ്മെന്റ്, വാട്ട് ഈസ് ദാറ്റ്? ഡയറക്റ്റ് ഓർ നന്നായിട്ട് ആലോചിക്കും. എക്യുപ്മെന്റിന് ഡാമേജ് ചെയ്തിട്ട് അതിന് റിപ്പയർ ചെയ്യുക. ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ്, യെസ്, ഡയറക്റ്റ് കോസ്റ്റ്. പ്രൊഡക്ഷൻ ഡിലേ ആയി,
പ്രൊഡക്ഷൻ ഡിലേനെ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടാമത് റീവർക്ക് ചെയ്യുന്നു. ഇസ് ഇറ്റ് ഡയറക്റ്റ് കോസ്റ്റ് ഓർ ഇൻഡയറക്റ്റ് കോസ്റ്റ്? കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? ഡയറക്റ്റ് കോസ്റ്റ്. വെരി ഗുഡ്. ആക്സിഡന്റ് സംഭവിച്ചു, ഉറപ്പായിട്ട് ഇൻവെസ്റ്റിഗേഷൻ സംഭവിക്കും. ഇൻവെസ്റ്റിഗേറ്റേഴ്സ് തോന്നിയ സമയത്ത് വരും, ഇത് ഓഫാക്ക്, അത് ഓഫാക്ക്, മറ്റേത് മറിച്ചത്. ഇത് ഡയറക്റ്റ് ആണ്, ഇൻഡയറക്റ്റ് ആണ്? വെരി ഗുഡ്, ഇൻഡയറക്റ്റ്. കാരണം എന്താണ് അറിയാലോ അല്ലെ? എൻഫോഴ്സ്മെന്റ് ടീം വന്നിട്ട് അവർ നല്ല പണി തരാൻ പോവാണ്. ഡയറക്റ്റ് ആണ്, ഇൻഡയറക്റ്റ് ആണോ? ഒറ്റയടിക്ക് ഡയറക്റ്റ് ആണെന്ന് തോന്നുമെങ്കിലും ഇൻഡയറക്റ്റ് ആണ്. കാരണം എന്താണെന്ന് അറിയോ? ഇവരെന്ത് പണിയാ തരാന്ന് അറിയൂല. അതിന്റെ കോൺസിക്വൻസ് നമുക്ക് അറിയൂല, നമുക്ക് അറിയാൻ പറ്റണില്ല, അപ്പൊ മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ വർക്ക് പ്ലേസിൽ ഇഞ്ചുറി പറ്റിയ ആൾക്ക് സിക്ക് പേ കൊടുക്കും, വയ്യായിക ലീവിന് സിക്ക് പേ കൊടുക്കും. ഇറ്റ്സ് ഡയറക്റ്റ് കോസ്റ്റ്. ഓഫ് കോഴ്സ് അക്കൗണ്ടന്റിന് ഇത് മെഷർ ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് കോസ്റ്റ് ആണ്. കോമ്പൻസേഷൻ കൊടുത്തു, 39 ലക്ഷം രൂപക്കേട്ടാ കോമ്പൻസേഷൻ. ഏത് നല്ല രസം ഉണ്ടാവും. 12 പേര് പോയ കമ്പനിനെ അടച്ചു പൂട്ടാ. അപ്പോൾ അവർ പറയണേ, എനിക്ക് തരുന്ന 4000 ദിർഹംസ് ലാഭിച്ചിട്ട് പൊന്നാരി ചങ്ങായി നിങ്ങൾ എന്താണ് നേടിയത്? 12 പേരെ കൊലക്കൊടുത്ത് കമ്പനി കോടികൾ നഷ്ടത്തിൽ, ലോകത്തുള്ള മുഴുവൻ മീഡിയ നിങ്ങളെ കമ്പനിയെ പറ്റി മോശമായിട്ട് റിപ്പോർട്ട് ചെയ്തു. അത് വേണോ, എന്നെ സെലക്ട് ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീക്കാൻ നമുക്ക് പറ്റണം. ഓക്കെ, അപ്പോ സിക്ക് പേ, കോമ്പൻസേഷൻ, ക്രിമിനൽ, പിന്നെ കോർട്ടിൽ കൊടുക്കേണ്ട പൈസ ഒക്കെ ഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ടൈം, എൻഫോഴ്സ്മെന്റ് ആക്ഷൻ, അതുപോലെ തന്നെ ലോസ് ഓഫ് ബിസിനസ് റെപ്യൂട്ടേഷൻ, ലോസ് ഓഫ് കസ്റ്റമർ റിലേഷൻഷിപ്പ്, ലോസ് ഓഫ് പബ്ലിക് ഇമേജ്, ഇതൊക്കെ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഇത് ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് ഇങ്ങനെ കാണാപ്പാടം പഠിച്ചാൽ മോന്ത കുറ്റി ഇടിച്ച് പൊളിക്കും. ഞാൻ ഒരു പോയിന്റ് കാണാപ്പാടം പഠിക്കരുത്. കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. മനസ്സിലാവണ്ട പറഞ്ഞു? ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ കേസ് സ്റ്റഡിയിൽ നമുക്കൊരു കേസ് സ്റ്റഡി വരും. ആ കേസ് സ്റ്റഡിയിൽ നിന്നിട്ട് ഇങ്ങനെ പറയും, അവൻ അവിടെ ചെന്ന് വണ്ടി ഇടിപ്പിച്ചു, അങ്ങനെ അതായി ഇതായി. അപ്പൊ അതിൽ നിന്ന് കണ്ടെത്താൻ പറ്റണം ഇതിലേതാണ് ഡയറക്റ്റ്, ഇതിലേതാണ് ഇൻഡയറക്റ്റ്. അതാണ് ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഓക്കെ ഫൈൻ. അപ്പോ ഈ ഫിനാൻഷ്യൽ ടേംസിൽ നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ഇഫ് യു ആർ നോട്ട് അപ്പോയിന്റിംഗ് മീ ആസ് എ സേഫ്റ്റി ഓഫീസർ, ഇഫ് യു ആർ നോട്ട് ഫോളോയിങ് ദ സേഫ്റ്റി റെഗുലേഷൻസ് ടുഡേ ഓർ ടുമോറോ അറ്റ് ദിസ് വെരി പ്രസന്റ് മൊമെന്റ്, റൈറ്റ് ഹിയർ റൈറ്റ് അവേ, ഇപ്പോൾ ഇവിടെ വെച്ച് എനി ടൈം എന്തോ സംഭവിക്കാം, ഒരു ആക്സിഡന്റ് സംഭവിക്കാം. ആക്സിഡന്റ് സംഭവിച്ചാൽ പൊന്നാര ചങ്ങായി തീർന്നുട്ടാ. നിങ്ങൾ ഇത്രയും കോസ്റ്റ് ഉണ്ടാവും. ആൻഡ് അവിടെ അവര് പറഞ്ഞ പോയിന്റിന് തന്നെ എടുത്ത് അടിക്കണം. സോ ദാറ്റ് വിൽ എഫക്ട് യുവർ പ്രോഫിറ്റബിലിറ്റി. ഇഫ് യു ആർ നോട്ട് ഫോളോയിങ് സേഫ്റ്റി, ദാറ്റ് വിൽ എഫക്ട് യുവർ പ്രോഫിറ്റബിലിറ്റി. അത് മനസ്സിലാവാണ്ടിരിക്കൂല, ചങ്ങായിക്ക് മനസ്സിലാവാണ്ടിരിക്കൂല. അങ്ങനെ നമ്മളിങ്ങനെ ഫയർ ചെയ്തിരിക്കണ സമയത്ത് അവർ പറയണമെന്ന് വിചാരിക്കുക, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. പക്ഷെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഓക്കെ, അപ്പൊ സാധാരണ മിസ്റ്റർ ജെന്റിൽമാൻ, ഞങ്ങളുടെ കമ്പനിയിലൊക്കെ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ ഒരു കുഞ്ഞറിയൂല പുറത്ത്, ഞങ്ങളതെന്ത് ചെയ്യും? പൂത്തുഞ്ഞാൻ. അതുപോലെ ഇന്റർവ്യൂവിന് വന്ന നീ പോലും ഇനി ഇവിടെ നിന്ന് പുറം ലോകം കാണുന്നു പ്രതീക്ഷിക്കണ്ട. പണി പാളിയ. അപ്പോഴാണ് ഓടി വന്നിട്ട് ട്രാൻസിലെ ജോഷോ കാൾട്ടനല്ലേ ഫഹദ് ഓടി വന്നിട്ട് ലാസ്റ്റ് ഒരു സീരിയൽ ഓടി വന്നിട്ട് മറ്റാളത് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ചെവിട്ടിൽ പറഞ്ഞല്ലോ, പണി പറഞ്ഞിട്ടുണ്ടാന്ന് പറഞ്ഞ സാധനമല്ല. അത് പറഞ്ഞിട്ട് അടുത്ത പോയിന്റിക്ക് നമ്മൾ കിടക്കണം. പോയിന്റ് അതെന്നറിയോ? ലീഗൽ. സർ, നിങ്ങൾക്ക് എന്നെ കൊല്ലാം, പക്ഷേ ഒന്ന് ഡോറ് തുറന്നാൽ പുറത്ത് എൻഫോഴ്സ്മെന്റ് ടീം വരിയായി നിൽക്കുന്നുണ്ട്. ആൻഡ് ഓൾ ദീസ് ഈ ഇന്റർവ്യൂ മുഴുവൻ റെക്കോർഡഡ് ആയിരുന്നു എന്ന് ഇങ്ങനൊന്നും പറയേണ്ട ഒരു അവസ്ഥ വരൂലട്ടാ. ഇത് മുഴുവൻ റെക്കോർഡാ. ബിക്കോസ് നിങ്ങൾക്കൊരു കപ്പലിൻ്റെ കച്ചവടം പോലും തുടങ്ങാൻ പറ്റൂല ഈ ലോകത്ത് ലീഗൽ ഫ്രെയിം വർക്ക് ഇല്ലാണ്ട്. പറ്റൂല. You cannot establish a micro, even minute business without a legal framework, either national or international. Failure to meet these legal standards will lead to enforcement action by enforcement authority and prosecution before court, and successful prosecution will lead to fines or imprisonment. കാണാണ്ട് പഠിച്ചോക്കണോട്ടാ, ഇതാവശ്യമുള്ള സാധനം. ലീഗൽ സ്റ്റാൻഡേർഡ്സിൽ കുറെ കാര്യങ്ങൾ പറയൂടാ. സേഫ്റ്റിക്ക് ഇത്ര ഇത് വേണം, ഇത്ര ആളുകൾ ഉണ്ടെങ്കിൽ ഇത്ര സേഫ്റ്റി ഓഫീസർ വേണം, ഇത്ര നെബോഷ് കഴിഞ്ഞവർ വേണം, അവർക്ക് ഇത്ര സാലറി കൊടുക്കണം എന്ന് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുണ്ടോ? അപ്പോ അവർക്ക് കൊടുക്കേണ്ട ഫെസിലിറ്റി ഇതാണ്. അവർക്ക് തൊപ്പി വെച്ച് കൊടുക്കണം, അവർക്ക് മറ്റേ ഗ്ലാസ് വെച്ച് കൊടുക്കണം, ഗ്ലൗസ് വെച്ച് കൊടുക്കണം, അവർക്ക് ഫ്രീക്വന്റ് ട്രെയിനിങ് കൊടുക്കണം, സൂപ്പർവിഷൻ കൊടുക്കണം. ഇതൊന്നും കൊടുത്തില്ലെങ്കിൽ അതിനർത്ഥം മോനെ നീ ലീഗൽ പരിപാടി ഫോളോ ചെയ്യണം. അങ്ങനെയാണെന്ന് വെച്ചാൽ എൻഫോഴ്സ്മെന്റ് ടീം വന്നിട്ട് ഒന്നല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്തിടും, പരിപാടി നിർത്തിക്കോട്ടാന്ന് പറയും.
അപ്പൊ നിങ്ങൾ എന്നെ കൊന്നാ പോലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. ഇത്രയ്ക്കും കത്രിക പൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ആ ഇന്റർവ്യൂന്ന് അവിടെ നിന്ന് ഇറങ്ങണത്. എന്താ പറയാ, വിജയശ്രീലാളിതരായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് എണീക്കണേ. പറഞ്ഞാൽ മനസ്സിലാവണ്ട. സോ ചുരുക്കത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നത്, ദിസ് മീൻസ് അങ്ങനെ ഒരു ഇന്റർവ്യൂവും ഇല്ല, അങ്ങനെ ഒരു സാധനം ലോകത്തില്ല. പക്ഷെ അത് കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവണം, റൈറ്റ്? അപ്പൊ ലീഗൽ എന്ന് പറഞ്ഞാൽ പിന്നെ ലീഗൽ അല്ലാണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാട്ടാ. പേപ്പർ വർക്ക് ശരിയാക്കണേ ഒരു തരം. എന്താണ് പേപ്പർ വർക്ക്? കഞ്ചാവ് കൃഷി തുടങ്ങാൻ പേപ്പർ വർക്ക് ശരിയാക്കണ ആരെങ്കിലും കണ്ടിട്ടുണ്ടാ? സ്മഗ്ലിങ്ങിന് പേപ്പർ വർക്ക് ശരിയാക്കേണ്ട കാര്യമില്ല. പക്ഷെ ലീഗലായ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡെഫിനറ്റ്ലി അതിന് പേപ്പർ വർക്ക് ഉണ്ട്, അതിന് ലീഗൽ ഫ്രെയിം വർക്ക് ഉണ്ട്. ഇന്റർനാഷണൽ ട്രേഡ് ആണ്, ഇന്റർനാഷണൽ ട്രേഡിങ്ങിൻ്റെ ഉണ്ട്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻസിൻ്റെ ഉണ്ട്, അങ്ങനെ പല ഇന്ത്യൻ ഫാക്ടറീസ് ആക്ടിൻ്റെ പല സാധനങ്ങളും ഉണ്ട്. ഡെഫിനറ്റ്ലി അതിൽക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. സോ ഇൻ ഷോർട്ട്, failure to meet these legal standards will lead to enforcement actions by enforcement authorities. ക്ലാസ് അല്ലേ സംഭവം? ഈ ഒരു ചോദ്യമില്ലാതെ ഒരു നെബോഷ് എക്സാമും ഇന്നുവരെ കടന്നുപോയ ഒരു നെബോഷ് എക്സാമും ചരിത്രത്തിന്റെ വിരിമാറിലൂടെ കടന്നുപോയിട്ടില്ല. ഈ ഒരൊറ്റ ക്ലാസ് മനസ്സിലായോന് 10 15 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. 15 മാർക്ക് കിട്ടി ഇത്ര മനസ്സിലായ ഒരാൾക്ക്. ശരിക്കും ശരിക്കും എത്ര മാർക്ക് വേണം പാസ്സാവാൻ? 45 മാർക്ക് മതി പാസ്സാൻ. 100ൽ വെറും 45. ഇനി എത്ര മാർക്ക് വേണം പാസ്സാവാൻ? 30 മാർക്ക്. ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നാളെ ഞാൻ ഒരു 10 മാർക്കിന് എന്തരും, മറ്റന്നാൾ ഒരു 5 മാർക്കിന് എന്തരും. പിന്നെ ഞാൻ നോക്കിയപ്പോൾ 4ാമത്തെ ദിവസം തൊട്ട് എൻ്റെ ക്ലാസ്സിൽ ഒറ്റണും ഇല്ല. നോക്കിയപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ, അല്ല സാറ് 45 മാർക്കുള്ളതാണല്ലോ, മതി അങ്ങ് അത്ര പഠിക്കണം. അപ്പോൾ ചങ്ങായി 100 മാർക്കിന്റെ എക്സാം 150 മാർക്കിനുള്ള പഠിച്ചാലാ ഈ 45ക്ക് എത്തുള്ളോട്ടാ. അതാണ് നെബോഷിന്റെ ഒരു രീതി. അപ്പൊ ചുരുക്കത്തിൽ, ഇൻ ഷോർട്ട്, എന്തുകൊണ്ട് ഓർഗനൈസേഷൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഉണ്ടാവണമെന്ന് ഒന്നുമല്ല, ക്വസ്റ്റ്യൻ ചോദിക്കുക. തന്നിരിക്കുന്ന കേസ് സ്റ്റഡിയിൽ ഉറങ്ങല്ലടാ, തന്നിരിക്കുന്ന കേസ് സ്റ്റഡിയിൽ, തന്നിരിക്കുന്ന സിനാരിയോയിൽ ഈ ഓർഗനൈസേഷന്റെ മോറൽ സ്റ്റാൻഡേർഡിനെ പറ്റി നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. കമന്റ് അടിക്കുക എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? കമന്റ്. നെബോഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു വാക്കാണ് കമന്റ്. കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പെണ്ണ് കമന്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കമന്റ് അടി. വളരെ പോസിറ്റീവായിട്ടും കമന്റ് അടിക്കും, നെഗറ്റീവായിട്ടും കമന്റ് അടിക്കും, നല്ല ഭംഗിയിട്ട് കാണാൻ എന്തൊരു എന്നൊക്കെ പറയും കമന്റ് അടിക്കും, 68 78 ആൾക്കാരുടെ കമന്റ് അടിക്കും, പല കമന്റ് അടിയുണ്ട്. കമന്റ് എന്ന് പറഞ്ഞാൽ രണ്ടും പറയാനുള്ള അവകാശമാണ്. എന്നെ പറ്റി നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ള കമന്റ് അല്ല. അപ്പൊ തന്നിരിക്കുന്ന കേസ് സ്റ്റഡിയിലെ മോറൽ റീസൺസിനെ കമന്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്തെഴുതും നമ്മൾ? ആ തന്നിരിക്കുന്ന കമ്പനിയിലെ ആ കേസ് സ്റ്റഡി വായിച്ചു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? കുട്ടിയെ കണ്ടിട്ട് എന്ത് തോന്നുന്നു അല്ലേ? എന്ത് തോന്നുന്നു കമന്റ്? അതിൽ അവർ നല്ല രീതിയിൽ ഇത് കൊടുക്കുന്നുണ്ട്, എംപ്ലോയി ലയബിലിറ്റി ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്, അവരെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, നല്ല സൂപ്പർവിഷനാണ്, ഇതൊക്കെ പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ പോസിറ്റീവ് എഴുതിയിട്ട് നമ്മൾ പറയും നല്ല മോറലാണ്. ബട്ട് ചില ഏരിയകളിൽ അവരെന്ത് ചെയ്തിട്ടില്ല, ഇന്ന രീതിയിൽ PPE കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇന്ന ആക്സിഡൻ്റ് ആയി, അത് മോറൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ നെഗറ്റീവാണ് എന്നാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. പറഞ്ഞ മനസ്സിലായി? അപ്പൊ ഞാൻ ഈ പറഞ്ഞതൊന്നായിരിക്കും എക്സാമിന് എഴുതേണ്ട വരിക. ഞാൻ ഈ പറഞ്ഞ എസെൻസ്, പൾപ്പ് എന്ന് പറയൂല, അതിന്റെ കോറ് കിട്ടിയാൽ അത് വെച്ച് ബാക്കി പിന്നെ എന്നെ മിണ്ടറ 24 മണിക്കൂർ ഉണ്ടെന്ന് എക്സാമിന് കേട്ടാ. അപ്പൊ അതിലുള്ള പോയിന്റ്സ് ഇട്ടരും, ആ പോയിന്റ്സ് അങ്ങനെ എഴുതണമെന്നും പറയും. ആ പോയിന്റ്സ് എഴുതേണ്ട ഫോർമാറ്റിൽ അതെന്ത് ചെയ്യുക, എഴുതുക. ക്ലിയർ? പാസ്സാവണോട്രാ, പാസ്സായ പറ്റൂട്രാ, കുറച്ച് കാശ് ചെലവാക്കണതല്ലേ. രണ്ടാമത് പോവാൻ പാടില്ല കേട്ടാ, രണ്ടാമത് എഴുതുക എന്നുള്ള സബ്ജക്റ്റ് നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല കേട്ടാ. പാസ്സാകലല്ലാതെ ഒരു ലക്ഷ്യവും മുന്നിലില്ല എന്ന് ഇന്ന് എഴുതി വെക്ക പുസ്തകത്തിൽ. ഇന്ന് തന്നെ ഒരു ബുക്ക് പഠിച്ചിട്ട് ഫ്രണ്ടിൽ എഴുതി വെക്ക, എക്സാം പാസ്സാവുന്നല്ല എഴുതണ്ട്. എക്സാം പാസ്സാവുന്നുള്ള പഴയ ട്രെൻഡ് വെട്ടിടും. എന്ത് വെട്ടിടും? വീട്ടിലെ അമ്മ അച്ഛനൊക്കെ കാണുന്നിടത്ത് ബുക്ക് വെക്കരുതിട്ടാ, വെട്ടിടുന്ന. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയും വെട്ടിയിടും നിന്നെ ഞാൻ, ബ്രാക്കറ്റിൽ നെബോഷിനെ എന്ന് എഴുതി വെക്കണോട്ടാ, അല്ലെ പ്രശ്നമാവേ. പക്ഷെ നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുള്ളൂ, എക്സാം വെട്ടിടും. ഓക്കെ, സോ ഫോർ ദാറ്റ് എന്തുകൊണ്ട് സേഫ്റ്റി ഒന്നുകൂടെ റിവൈസ് ചെയ്യാണ്? മോറൽ, കണ്ണിച്ചോര, മനുഷ്യത്വം. കുഞ്ഞുകുട്ടി ഉമ്മം കൊടുക്കണച്ചന് ചവപ്പെട്ടിയിൽ തിരിച്ചു വരുന്നേ, പറഞ്ഞു മനസ്സിലായി? മോറൽ മോറൽ മോറൽ. ഫിനാൻഷ്യൽ, ആക്സിഡന്റ് ഉണ്ടാവുന്നു, കോസ്റ്റ് ഉണ്ടാവുന്നു, കോസ്റ്റ് പ്രോഫിറ്റിന്റെ ശക്തമായ എതിരാളിയാണ്. ആക്സിഡന്റിന് കുറച്ചാൽ കോസ്റ്റ് കുറയുന്നു, പ്രോഫിറ്റ് കൂടുന്നു. ലീഗൽ,
ലീഗൽ ഫ്രെയിം വർക്കിലല്ലാണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റൂല. അതിനെ ബ്രേക്ക് ചെയ്താൽ വയലേറ്റ് ചെയ്താൽ സേഫ്റ്റിയെ വയലേറ്റ് ചെയ്തതായി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലീഗൽ ആക്ഷൻസ് ഉണ്ടാവും, കമ്പനി പൂട്ടേണ്ട വരും. സേഫ്റ്റി എന്തുകൊണ്ടാണ് എബോർഷൻ ഇമ്പോർട്ടൻ്റ് ആവുന്നത്, എന്തുകൊണ്ടാണ് സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആവണമെന്ന് മനസ്സിലായില്ലേ ചങ്ങായെ? ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ. ലോകത്തെ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഫസ്റ്റ് റിക്വയർമെൻറ്റ് സേഫ്റ്റിയെ മീറ്റ് ചെയ്യൽ മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് ഒരടിക്കാനങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരാൾക്ക് നിസ്സാര സാലറി കൊടുത്താൽ മതിയാവോ? അങ്ങനെയുള്ള ഒരാൾക്ക് കിട്ടുന്ന റെക്കഗ്നിഷൻ ചെറുതാണോ? അങ്ങനെയുള്ള ഒരാൾക്ക് കിട്ടുന്ന പവർ ചെറുതാണോ? നെവർ. എനിക്കിങ്ങനെ എണ്ണം പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഫ്രം ലാസ്റ്റ് 7-8 years ബാക്കൊക്കെ നമ്മളടുത്ത് പഠിച്ചു പോയ സ്റ്റുഡൻസ് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. സം ആർ വർക്ക് ഇൻ അയർലൻഡ്, UK, കാനഡ, മിഡിൽ ഈസ്റ്റ്, മെനി അതർ ഏരിയാസ് ഓൺലി ബിക്കോസ് ഓഫ് എബോർഷൻ. അവർ വലിയ PGയും വലിയ PhDയും പോസ്റ്റ് ഡോക്ടറേറ്റ് ഒന്നും എടുത്തവരായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ദേ ഹാവ് എ വെരി ഗുഡ് ഫ്യൂച്ചർ. ഒരു 24 മണിക്കൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, എക്സാമിന് വേണ്ടി 24 മണിക്കൂർ ഞാൻ ഉറക്കൊളിച്ചിരിക്കും സാർ, യാതൊരു സംശയമില്ല, ഞാൻ എന്ത് ചെയ്യാൻ റെഡിയാണ് എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ NM പാസ്സാക്കിയിട്ടല്ല വിടൂലടാ. സ്വപ്പെട്ട ഓൾ ദ ബെസ്റ്റ്.